കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മൂന്നാമത്തെ പകൽക്കാലം, സ്തോത്രം, മൂന്നാം ദിവസം നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുന്നല്ലോ. കർത്താവിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസി ബീന സിസ്റ്ററായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ചില ആഴ്ചകൾക്ക് മുമ്പേ എനിക്കൊരു കോൾ വന്നു, സ്തോത്രം, പ്രാർത്ഥനയ്ക്കായിട്ട്. സ്തോത്രം. ഇപ്പൊ ഞാൻ ചോദിച്ചു, സ്തോത്രം, വാസന മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നാം തീയതി മീറ്റിങ്ങിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കത് ഭയങ്കര വിടുതലാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് മീറ്റിങ്ങിലാണ് പങ്കെടുത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, ബീനാന്റിയുടെ മീറ്റിങ്ങിലാണ് പങ്കെടുത്തതെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, പ്രത്യേകിച്ച് ഒന്നാം തീയതികളിലുള്ള മീറ്റിങ്ങുകൾ, ആ മീറ്റിങ്ങുകളുടെ ഞാൻ പ്രസംഗിച്ചതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാനായിട്ട് എടുത്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി, അനേകര്, സ്തോത്രം, നാം അറിയാതെ പോലും പലരും, സ്തോത്രം, ഈ മീറ്റിങ്ങുകളെ നോട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങളൊക്കെ ദൈവസന്നിധി കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇപ്പോൾ തന്നെ ഞാൻ പല പ്ലാറ്റ്ഫോമുകൾ ശുശ്രൂഷിക്കുമെങ്കിലും ചില പ്ലാറ്റ്ഫോമുകൾ പെർമനന്റ് ആയിട്ട് ഞാൻ പോയി ശുശ്രൂഷിക്കാറുണ്ട്. സ്തോത്രം. ഞാൻ അവരെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ആത്മീയ കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് അവരെന്ന് എനിക്ക് മനസ്സിലാകാനായിട്ട് ഇടയായിത്തീർന്നു, ബോധ്യമാകാനായിട്ട് ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അങ്ങനെയുള്ള ആത്മീയ കാഴ്ചപ്പാടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലത്തെ ഉപവാസത്തില് ഞാൻ ഇന്നലെ രാത്രിയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ അവസാന ദിവസമാണ്. ഞാൻ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഇന്നലെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കടന്നു വന്നത്. സ്തോത്രം. കുറച്ച് സമയം മാത്രമേ ഉറങ്ങിയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഞാനാണെങ്കിൽ ഈ മീറ്റിങ്ങിനായിട്ട് ഞാൻ കഴിഞ്ഞ രാത്രിയിലും ഈ പ്രഭാതത്തിലൊക്കെ ദൈവനോട് ഭയങ്കരമായിട്ട് സംസാരിച്ച ചില ദൈവശബ്ദങ്ങളുണ്ട്. ആ ദൈവശബ്ദങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് കൈമാറുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോട് ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം, ഉപവാസത്തിന്റെ മൂന്നാം പകൽക്കാലം, നിങ്ങളുടെ ലൈഫിനകത്തിൽ ചിലത് തുറന്നു വരാൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് തുറന്നു വരാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് എന്നോട് ഈ പ്രഭാതത്തിൽ, ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്നിരിക്കാൻ പോകുന്ന നേരത്ത് ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് പറഞ്ഞൊരു പദം ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറയാം. ഇനി ഒരു വിടുതലില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പല വിഷയങ്ങൾക്കകത്തിൽ, ഞാൻ ഒന്നുകൂടെ പറയാം, ഇനി ഒരു വിടുതലില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പല വിഷയങ്ങൾക്കകത്തിൽ ദൈവികമായ ഒരു വിടുതലിനെ നിങ്ങൾ ഇന്ന് പകൽക്കാലം കാണാൻ പോകുക. സ്തോത്രം. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. കർത്താവിനോട് ഈ രാവിലെ സമയം ഞാൻ ഈ മീറ്റിങ്ങിനകത്തോട് കടന്നു വന്നിരിക്കാൻ നേരത്തെ എന്നോട് ഭയങ്കരമായിട്ട് ഇടപെട്ട ഒരു ദൈവശബ്ദമാണ്, ഇനി ഒരു വിടുതലില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽക്കാലം ഞാൻ ഒരു ദൂത് കൈമാറുക. പരിശുദ്ധാത്മാവിനോട് നിങ്ങളോട് പറയാൻ പറഞ്ഞ ഒരു ദൂത്. സ്തോത്രം. അതിനകത്ത് ഒരു വിടുതൽ നിങ്ങൾ കാണാൻ പോകുക. അത് ഏത് വിഷയമായിക്കോട്ടെ, അതിനകത്തിൽ ഒരു വിടുതൽ നിങ്ങൾ കാണാൻ പോകുക. വിശ്വസിച്ചു? അതിനകത്തിൽ ഒരു വിടുതൽ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. സ്തോത്രം. ഈ പ്രവാചക ശബ്ദങ്ങൾ ചിലത് തുറക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പ്രവാചക ശബ്ദങ്ങൾ ചിലത് തുറക്കും. സ്തോത്രം. ചിലത് തുറക്കുന്നതാണ്. സ്തോത്രം. മാനുഷികമായിട്ട് തുറക്കാൻ പറ്റാത്തതൊക്കെ പ്രവാചക ശബ്ദത്തിന് തുറക്കാം. നിയോഗത്തോടെ വന്ന് പറയുന്ന പ്രവാചക ശബ്ദത്തിന് ചിലത് തുറക്കാൻ പറ്റും. സ്തോത്രം. ആരെ കൊണ്ടും തുറക്കാൻ പറ്റാത്ത പലതും, സ്തോത്രം, പ്രവാചക ശബ്ദങ്ങൾക്ക് തുറക്കാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ 5 ഫോൾഡ് മിനിസ്ട്രി പഠിക്കുമ്പോൾ അപ്പോസ്തലൻ, പ്രവാചകൻ ഈ ഒരു കാറ്റഗറിയിലാണ് പോകുന്നത്. പിന്നെയുള്ള ഇടയനും, സ്തോത്രം, സുവിശേഷനും ഒക്കെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ സ്തോത്രം നമ്മൾ തിരുവചനം പഠിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശമരിയ എന്ന് പറയുന്ന സ്ഥലം, സ്തോത്രം, ശത്രു രാജാക്കന്മാർ വന്ന് അടച്ചു കളഞ്ഞപ്പോൾ, അവിടുത്തെ രാജാക്കന്മാർക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ, സ്തോത്രം, ഒരു ഏലിശ പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ നേരത്ത്, സ്തോത്രം, ശമരിയുടെ പടിവാതുക്കൽ ശേക്കലിന് 2 സെയ്യവും ശേക്കലിന് സെയ്യ ഗോതമ്പാവും വിൽക്കുമെന്ന്. എവിടാ? മാനുഷികമായ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, എല്ലാവരും നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും രാജാക്കന്മാർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന്. ചുമ്മാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ, സ്തോത്രം, ഒരു പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പറയാം, നാളെ ഈ നേരത്ത് ബുദ്ധിയിൽ അളക്കാൻ കഴിയുന്ന, സ്തോത്രം, രാജാകാരന്റെ അകമ്പടി നായകൻ ബുദ്ധി വന്ന് നോക്കിയിട്ട് പറഞ്ഞു, സാഹചര്യങ്ങളെ മൊത്തം ഒന്ന് വിലയിരുത്തിയിട്ട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇത് ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും നടക്കത്തില്ലെന്ന്. സ്തോത്രം. പുള്ളി സാഹചര്യം നോക്കിയിട്ടാണ് പറഞ്ഞത്. സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു, മോനെ, നീ നോക്കുന്ന സാഹചര്യം നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്, ആത്മാവിലാണ് ഞാൻ പ്രവചിക്കുന്നത്. നീ
അത് കാണും, പക്ഷെ നീ അത് അനുഭവിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് കൈമാറാം. പലപ്പോഴും പ്രവാചക ശബ്ദങ്ങൾ ഒത്തിരി പേർ വിമർശിക്കും, പക്ഷെ പലപ്പോഴും പലർക്കും പലതും അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? സ്വതന്ത്ര സാഹചര്യം നോക്കി ദൈവശബ്ദത്തെ വിലയിരുത്താൻ നിൽക്കും. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുന്നവർ അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. ഇന്ന് പകൽക്കാലം നീ സാഹചര്യങ്ങളെ നോക്കാതെ ദൈവശബ്ദത്തെ റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്വതന്ത്രം സാഹചര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചിലത് ഇന്ന് ഈ പകൽക്കാലം സ്വതന്ത്രം മൂന്നാമത്തെ പകൽക്കാലം നിന്റെ ലൈഫിനകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തു തരാൻ പോകുക. അത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ ഹല്ലേലൂയ ലോകത്തിലെ ആർക്കും ചെയ്യാൻ പറ്റാത്തത് പലതും ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിനകത്ത് ചെയ്തു തരാൻ പോവുക. ചെയ്തു തരാൻ പോവുക. വിശ്വസിച്ചോ? ചെയ്തു തരാൻ പോകുക. നിങ്ങളുടെ ലൈഫിനകത്തിൽ ചെയ്തു തരാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ആമേൻ പറഞ്ഞോണം. സ്തോത്രം. കർത്താവ് ഇത് ചെയ്തു തരാൻ പോകുക. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ സ്തോത്രം എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ വേണ്ടി എന്നോട് സംസാരിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുക. സ്തോത്രം. ആ ഭാഗം ഇതിനകത്ത് ചില വ്യക്തികൾക്കുള്ള വ്യക്തിപരമായ ദൂതും, അപ്പോൾ തന്നെ ചില വ്യക്തികൾ ഇത് വിശ്വസിക്കാൻ തയ്യാറായി നീ മുഖാന്തരം നിന്റെ വീടിനകത്ത് ഒരു വിടുതൽ സംഭവിക്കാൻ പോകുക. നീ മുഖാന്തരം നിന്റെ വീടിനകത്തിൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുക. സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ആത്മാവിന്റെ ശക്തിയോടെ അടുത്ത 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കായിട്ട് യേശു കടന്നു വരിക. യേശു ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ദേവാലയത്തിൽ തന്നോടുള്ള വാഗ്ദത്തങ്ങളൊക്കെ താൻ അവിടെ വിളിച്ചു പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം അവിടെ നടന്നു കഴിഞ്ഞിട്ട് സ്തോത്രം അനന്തരം യേശു ശുശ്രൂഷിക്കുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. സ്തോത്രം. ഒരു കൂട്ടർ പറഞ്ഞു എന്തൊരു ലാവണ്യവാക്ക ഇത്. സ്തോത്രം. ഒരു കൂട്ടർ പറയും ഇത് എന്തൊരു ലാവണ്യവാക്ക. അടുത്തൊരു കൂട്ടര് സ്തോത്രം അവര് പറഞ്ഞു ഇവൻ ഹല്ലേലൂയ സ്തോത്രം ഈ സ്തോത്രം യേശു അല്ലേ. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ നസ്രേന യേശു അല്ലേ, യോസഫിന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് യേശുവിനെ വില കുറച്ച് കാണാനായിട്ട് ശ്രമിച്ചു. സ്തോത്രം. അവിടെ ഇന്നുകൊണ്ട് യേശു പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്നിനകത്ത് കർത്താവ് പറയും ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത യേശു പറയാ ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ടും ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേൽ പല വിധവുമാരുണ്ടായിരുന്നു. നിങ്ങൾ ആ പദം കേട്ടോ. സ്തോത്രം. ഏലിയാവിന്റെ കാലഘട്ടത്തില് ആകാശം സ്തോത്രം 3 ആണ്ടും 6 മാസവും അടഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞ ദേശത്ത് മൊത്തം കഠിനക്ഷാമം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ കഠിനക്ഷാമം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത പദം പറയുന്നു ഇസ്രയേലിൽ പല വിധവും ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറയാൻ ഞാൻ യഥാർത്ഥമായിട്ട് ഒന്നുകൂടെ പറഞ്ഞ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു സിദോനിലെ സാരാപ്തയിലെ ഒരു വിധവയുടെ അടുക്കലല്ലാതെ അവരിൽ ആരുടെ അടുക്കിലേക്കും ഏലിയാവിനെ അയച്ചിട്ടില്ല. സ്തോത്രം. എന്തോ ആ കാര്യം. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രയേലിൽ ഭയങ്കര ക്ഷാമം അടിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ ക്ഷാമത്തിന്റെ നടുവിൽ ദേശത്ത് ക്ഷാമം അടിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. രാജകൊട്ടാരത്ത് ക്ഷാമം അടിക്കുക. ഒന്നുകൂടെ പറഞ്ഞ ക്ഷാമം അടിക്കാത്ത ഒറ്റ സ്ഥലമില്ല. പക്ഷെ അതിന്റെ നടുവിലും തന്റെ ഭക്തനെ സ്തോത്രം ഏലിയാവിനെ ദൈവം പോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തടിക്കുന്ന ക്ഷാമങ്ങൾക്ക് നിന്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. നീ ഈ ദൂത് കേൾക്കുമ്പോൾ നിന്റെ വീടിനകത്ത് നിന്ന് ചില ക്ഷാമങ്ങളെ നീ പൊട്ടിക്കാൻ പോവുക. ചില ക്ഷാമങ്ങൾ എന്നോട് ഇന്നലെ രാത്രി വളരെ ശക്തമായിട്ട് ദൈവാമം പറഞ്ഞൊരു ദൂതാണ്. ഇതിനകത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ചിലർ അവരുടെ വീടിനകത്ത് നിന്ന് ദേശത്തടിക്കുന്ന ക്ഷാമം വീടിനകത്ത് കയറാതെ വേണം ദൈവാത്മാവിൽ നിങ്ങൾ പൊട്ടിക്കാൻ പോകുക. വിശ്വസിക്കുന്ന ചിലർ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്തു. ദേശത്ത് എത്ര വലിയ ക്ഷാമം അടിച്ചാലും ഏത് ടൈപ്പിലുള്ള ക്ഷാമം അടിച്ചാലും ഹല്ലേലൂയ നിന്റെ വീടിനകത്തിൽ ഇത് കയറണോ വേണ്ടയോ എന്ന് വിശ്വസിക്കുന്ന നീ തീരുമാനിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ വീടിനകത്തിലേക്ക് ക്ഷാമത്തെ പൊട്ടിക്കുവാൻ കഴിവുള്ള പ്രവാചകന്മാരെ ദൈവം അയക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം നിന്റെ വീടിന്റെ ക്ഷാമത്തെ പൊട്ടിക്കുന്നതാ. അല്ലേ? നിന്റെ പ്രതിസന്ധിയെ പൊട്ടിക്കുന്നതാ. നിന്റെ വീടിന്റെ മരണത്തെ ക്യാൻസൽ ചെയ്യുന്നതാ. നിന്റെ ലൈഫിനകത്തിൽ പുതിയത് ചിലത് തുറക്കുന്നത് ഇന്ന് പകൽക്കാലം ഈ 3-ാം പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്തു. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വീടിനകത്തിലെ ചില ശാപങ്ങൾ ഹല്ലേലൂയ പൊട്ടി മാറാൻ പോകുന്നു. ചില ബ്രേക്ക് ത്രൂ ചില വീടുകൾക്കകത്ത് സംഭവിക്കുന്നു. ചില ബ്രേക്ക് ത്രൂ ചില വീടുകൾക്കകത്ത് സംഭവിക്കുന്നു. ചില ബ്രേക്ക് ത്രൂ യേശുവിന്റെ നാമത്തിൽ ചില വീടുകൾക്കകത്ത് ചില ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളുടെ വീടിനകത്തിൽ ആ ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ പോകുക. ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ. ദേശത്തിന്റെ ക്ഷാമത്തെ പൊട്ടിക്കുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. വീടിനകത്തിൽ ആ ക്ഷാമം കയറാതെ വേണം. സ്തോത്രം. എത്ര പേർക്ക് പിടികിട്ടി? വീടിനകത്തിൽ ആ ക്ഷാമം കയറാതെ വേണം.
സ്തോത്രം. വീടിനകത്തിൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ പോകുക, നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. പലരും നിങ്ങളുടെ വീടിനെ നോക്കി അത്ഭുതം കൂറാൻ പോവുക. പലരും നിങ്ങളുടെ വീടിനെ നോക്കി അത്ഭുതം കൂറാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അത് സംഭവിക്കാൻ പോവുക, സംഭവിക്കാൻ പോവുക, സംഭവിക്കാൻ പോവുക. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാൻ പോവുക. സ്തോത്രം. സ്തോത്രം, ചില നാളുകൾക്ക് മുമ്പ് ഇവിടെ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ഇതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങളുടെ വീടിനകത്ത് ഇത് സംഭവിക്കാൻ പോവുക. സ്തോത്രം. സ്തോത്രം. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാരണം ഇവിടെ ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ നടക്കുകയാണല്ലോ. സ്തോത്രം. അപ്പോ എന്നോട് ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, സ്തോത്രം, സ്തോത്രം, പണ്ട് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ ശ്വാസിച്ചത് പാസ്റ്റർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ശാസിച്ചത് പാസ്റ്റർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ട്. സ്തോത്രം. എന്ത് പറ്റി? സ്തോത്രം. നമുക്ക് ഈ യുദ്ധത്തെ അതേപോലെ ഒന്ന് ശാസിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ സംഭവം നിങ്ങളോട് പറയാം. സ്തോത്രം. ഇവിടെ സ്തോത്രം, ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം രണ്ട് ടൈമിലുണ്ടായി. അതിനകത്തില് സ്തോത്രം, ആദ്യത്തെ സമയം ഉണ്ടായപ്പോ എന്റെ വീടിനകത്ത് ഉൾപ്പെടെ വെള്ളം കയറി, നാട്ടി വെള്ളം കയറുന്നത് പോലെ. എന്നിട്ട് സ്തോത്രം, ചെളി കയറി, ചെളി. സ്തോത്രം. എന്റെ വീട്ടിനകത്തിലൊക്കെ മുട്ടറ്റം വെള്ളവും ചെളിയായിരുന്നു. സ്തോത്രം. അപ്പൊ അങ്ങനെ ചെളി കയറി. സ്തോത്രം. ഞങ്ങൾ ഇവിടുന്നൊക്കെ താമസം മാറിപ്പോണ്ടി വന്നു. സ്തോത്രം. പിറ്റേ ദിവസം ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഒരു ദിവസം മുഴുവൻ നിന്ന് ചെളിയും വെള്ളവും നമ്മുടെ നാട്ടിൽ കയറിയതുപോലെ. സ്തോത്രം. ഒമാനിൽ നിന്ന് ഡാം എല്ലാം പൊട്ടി ഒഴുകി കയറി വന്ന് ഇവിടെ എല്ലാം വെളിയിലെല്ലാം മുട്ടറ്റം ചെളിയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതി സ്തോത്രം ഞാൻ താമസിക്കുന്ന ആ ലൈനിലുണ്ടായി. സ്തോത്രം. ഒത്തിരി കഷ്ടപ്പെട്ടു. സ്തോത്രം. അപ്പോ സ്തോത്രം, അത് കഴിഞ്ഞിട്ട് സ്തോത്രം, ഇങ്ങനെ മഴ ഇവരിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ഇങ്ങനെ വരും പോകും, അങ്ങനെ ഭയങ്കര വല്ലാത്തൊരവസ്ഥ. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സഹോദരന്റെ വീട്ടിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാമ എനിക്കൊരു ഭയങ്കര നിയോഗം തന്നു. ആ നിയോഗത്തിൽ ഞങ്ങൾ കുറച്ച് സഹോദരങ്ങളേ ഉള്ളൂ. സ്തോത്രം. നിയോഗത്തിൽ ഞാൻ പറഞ്ഞു എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അലൈനി നമുക്ക് വേണ്ട ഈ സാധനം, നമ്മൾ അലൈനി ഇതിനെ അങ്ങ് പറഞ്ഞു വിടുവാന്ന് പറഞ്ഞു. അലൈനി നമുക്ക് വേണ്ട, നമ്മൾ ഇതിനെ അലൈനി എന്നങ്ങ് പറഞ്ഞു. ഞങ്ങൾ അലൈനിൽ താമസിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം. സ്തോത്രം. അലൈനി എന്ന് പറഞ്ഞു വിടാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഈ അലൈൻ്റെ ബോർഡറിൽ നിന്ന് ഈ മഴയും വെള്ളവും പോട്ടെ, ഇനി മേലിനകത്ത് സംഭവിച്ചേക്കരുതെന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഞാൻ ഈ വിശ്വാസത്തെ, വ്യക്തിപരമായ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോണം. സ്തോത്രം. പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പേ സ്തോത്രം, അടുത്തൊരു ഭയങ്കര ഇതേപോലത്തെ ഒരു അലർട്ട് വന്നു. പക്ഷെ ആ അലർട്ട് ഇങ്ങനെ വന്നപ്പോൾ സ്തോത്രം, ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ മഴ പെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര പണിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എമർജൻസി പ്രഖ്യാപിക്കും, ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി വിഷയം, ഹോസ്പിറ്റലിൽ ചോരും, സ്തോത്രം, വീടും ചോരും. അപ്പൊ രണ്ടിടത്ത്, വീട്ടിൽ പോകണോ ഹോസ്പിറ്റലിൽ പോകണോ. സ്തോത്രം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ ആകെ ബുദ്ധിമുട്ടിപ്പോ. സ്തോത്രം. അപ്പോ സ്തോത്രം, ഞാൻ ഇങ്ങനെ സ്തോത്രം സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത അലർട്ട് വന്നു. സ്തോത്രം. അലർട്ട് വന്നപ്പോ ഞാനിങ്ങനെ സ്തോത്രം, വൈകുന്നേരം ആയപ്പോഴത്തെ സൂര്യൻ സ്തോത്രം ഇങ്ങനെ അസ്തമിക്കാൻ നിൽക്കുക. ഞാനിങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ ഞാൻ സൂര്യനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയലോൻ താഴ്വരെ നിൽക്കാന്നൊരു ഭക്തൻ പറഞ്ഞപ്പോൾ സൂര്യന്റെ സൗരയുധത്തെ സ്വർഗം പിടിച്ചു നിർത്തി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ, സൗരയുധത്തെ സ്വർഗം പിടിച്ചു കെട്ടി കേട്ടോ. സ്തോത്രം. പക്ഷേ കർത്താവെ, ആ ഭക്തൻ മരിച്ചുപോയി. ആ ഭക്തൻ മരിച്ചുപോയി. യോശുവയുടെ കാലഘട്ടത്തിൽ സംഭവം പറയുന്നത്, യുദ്ധത്തിൽ ആ ഭക്തൻ മരിച്ചുപോയി. പക്ഷേ ഇന്ന് സ്തോത്രം, ഇവിടെ കർത്താവിന്റെ ദാസനായി നിന്നുകൊണ്ട് ഞാൻ സൂര്യ നിന്നോട് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഈ അലൈൻ പട്ടണത്തിൽ മാത്രം മഴ ഉണ്ടാവരുത്. സ്തോത്രം. ബാക്കി എവിടെ വേണമെങ്കിലും പെയ്തു, അതെന്റെ വിഷയമല്ല. അലൈൻ ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ മഴ ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. അന്നേരം ഭയങ്കര പൊടിയാണ്, ഭയങ്കര പൊടിയും പൊടിക്കാറ്റുമാണ്. ഈ പൊടിക്കാറ്റ് അടങ്ങാൻ വേണ്ടി മാത്രം ചാറി നിനക്ക് പോകാം, ചാറി നിനക്ക് പോകാം. അതിന്റെ അപ്പുറത്തൊരു മഴ പെയ്യരുത്. സ്തോത്രം. ഞാനിത് പറഞ്ഞിട്ട് പോരുന്നു. സ്തോത്രം. അല്ലേ? എല്ലായിടത്തും ഭയങ്കര അലർട്ട്. ദുബായ് കൊടികുത്തി മഴ പെയ്തു. സ്തോത്രം. ഷാർജ പെയ്തു. സ്തോത്രം. അവിടെ എല്ലാം വെള്ളപ്പൊക്കമായി. സ്തോത്രം. പക്ഷേ അലൈൻ്റെ ഏരിയ ചാറി മഴ പോയി. സ്തോത്രം. ഒന്നും നടന്നില്ല. ഒന്നും നടന്നില്ല. അന്ന് ഒരു മീറ്റിംഗിൽ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഒന്നും നടന്നില്ല. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്തോത്രം. നിന്റെ നാവിന്റെ പേര് ദൈവം അധികാരം തന്നെ. ദേശത്ത് പലതും നടക്കും, നിന്റെ വീടിനകത്തിൽ വല്ലതും നടക്കണോ? സ്തോത്രം. ഇത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ പല മഴകളും വന്നു, അലയിനകത്തി കയറി തൊട്ടിട്ടില്ല. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം പിന്നെ അലയിനെ കയറി തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്തോത്രം. എന്റെ പല സഹോദരന്മാരും സ്തോത്രം പിന്നീട് ആ മഴയ്ക്ക് ദുബൈയിലും അബുദാബിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം അലയിനെ തൊടാഞ്ഞത്. സ്തോത്രം. ഞാൻ ഇവരോടൊന്നും പറഞ്ഞതല്ല, ഇവരെന്നോട് ഞാൻ പ്രാർത്ഥിച്ചെന്ന് മാത്രമേ പറഞ്ഞില്ല. പക്ഷെ അലയിനെ തൊടാഞ്ഞത്. നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്തോത്രം. നിന്റെ വീടിനെ തൊടാതിരിക്കും. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദേശത്ത് നടക്കുന്ന സംഭവത്തെ കണ്ടിട്ട് നീ കടന്ന് ഭാരപ്പെടാനല്ല, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നിന്റെ വീടിനെ കയറി തൊടത്തില്ല. അങ്ങനെ ഒരു അധികാരം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം റിലീസ് ചെയ്യാൻ പോവാ. വിശ്വസിച്ചു. സ്തോത്രം. അല്ലെ, ഇന്ന് ഈ ഉപവാസത്തിന്റെ 3-ാം പകൽക്കാലം ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്ന ചില
അധികാരങ്ങളുടെ കൈമാറ്റം. അപ്പോൾ തന്നെ ചില അധികാരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അഭിഷേകത്തോടെ ചിലതിനെ എഴുന്നേൽപ്പിക്കുവാനുമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റും? നീ മുഖാന്തരം ചില ക്ഷാമങ്ങൾ പൊട്ടാൻ പോകുക, നീ മുഖാന്തരം ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുക, അത് ദേശത്ത് നടക്കാൻ പോകുക, നിന്റെ വീടിനകത്ത് നടക്കാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, ദൈവത്തിന് ചില പ്രവർത്തികൾ സംഭവിക്കാൻ പോകുക. സ്തോത്രം. ദൈവത്തിന് ചില പ്രവർത്തികൾ സംഭവിക്കാൻ പോകുക, ദൈവത്തിന് ചില പ്രവർത്തികൾ സംഭവിക്കാൻ പോകുക. ചിലർ ഓർത്തു വെക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന് ചില പ്രവർത്തികൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുക, സംഭവിക്കാൻ പോകുക, സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ക്ഷാമം ഒത്തിരിയിടത്ത് അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് പറയുന്നു, എല്ലായിടത്തോട്ടുമല്ല എന്റെ പ്രവാചകനെ ഞാൻ അയച്ചത്, എല്ലാ ഇടത്തേക്കുമല്ല എന്റെ പ്രവാചകനെ ഞാൻ അയച്ചത്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ചിലരോട് ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, സാരാപ്തയിൽ ഒരു വിധവയുടെ വീട്ടിലേക്ക്. കാരണം എന്താ? കാരണം ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ ദൂതിനെ റിസീവ് ചെയ്തോണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നീ ഹല്ലേലൂയ സ്തോത്രം കെരുത്ത് തോട് പറ്റി, സ്തോത്രം. പക്ഷെ നിന്നെ പുലർത്തേണ്ട, നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം, നിന്നെ പുലർത്തേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. വിധവ ആരാകണമെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ആരാ വിധവയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് സാരാപ്തയിൽ, സിദോനിലെ സാരാപ്തയിൽ ഒരു വിധവ. അല്ലെങ്കിൽ ചരിത്രം മുഴുവൻ നടന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ സ്തോത്രം, അതിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ശുശ്രൂഷ യേശു അത് ഓർത്തിട്ട് പറയുകയാണ്, എല്ലാവരുടെ അടുക്കലേക്കല്ല, സ്തോത്രം, സിദോനിലെ സാരാപ്തയിലെ ഒരു വിധവ അടുക്കലേക്ക്. കാര്യം എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ സ്തോത്രം, ഞാൻ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ദേശം മുഴുവൻ ക്ഷാമം, ദേശത്തിന്റെ സാഹചര്യത്തെ അവൾ നോക്കുന്നില്ല, പ്രവാചക ശബ്ദത്തെ അവൾ വിശ്വസിക്കാൻ തയ്യാറാകുക. സ്തോത്രം. പ്രവാചക ശബ്ദത്തെ അവൾ വിശ്വസിക്കാൻ തയ്യാറാകുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവ ശബ്ദത്തെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പകൽക്കാലം ആ വിശ്വാസത്തിനകത്തിൽ ഒരു വിടുതൽ നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോവുക. ഒരു വിടുതൽ നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കാൻ പോകുക. ഒരു വിടുതൽ നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരുടെയൊക്കെ വീടിനകത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പോലും ചിന്തിക്കാത്തൊരു വിടുതൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്തൊരു വിടുതൽ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാഴികയിൽ തന്നെ, ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ചില വിഷയങ്ങൾക്കകത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകാമെന്ന്, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന്, കർത്താവ് ഇതിനെ തൊടാൻ പോവുക. വിഷയത്തെ കർത്താവ് വിഷയത്തെ കയറി തൊടാൻ പോവുകയാണ്. സ്തോത്രം. കർത്താവ് വിഷയത്തെ കയറി തൊടാൻ പോവുക. സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് സ്തോത്രം മടങ്ങി വരാം. സ്തോത്രം. പക്ഷേ ഒരു കാര്യം കൂടെ, ഈ നാഴിക എന്നുള്ള വിഷയത്തെ ഞാൻ തൊടാം, തൊട്ടിട്ട് സ്തോത്രം ഈ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. നമ്മൾ സ്തോത്രം ഈ യോഹന്നാന്റെ സുവിശേഷം, കഴിഞ്ഞ ദിവസം എന്റെ കണ്ണ് ഭയങ്കരമായിട്ട് തുറന്നൊരു വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, യേശു വെള്ളം വീഞ്ഞായ ഹല്ലേലൂയ ഗലീലയിലെ കാനാവിലേക്ക് രണ്ടാമത് ഒന്നുകൂടെ വരിക. സ്തോത്രം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ സ്തോത്രം 46 മുതലുള്ള വാക്യങ്ങളിലേക്ക് രണ്ടാമത് ഒന്നുകൂടെ വരിക. സ്തോത്രം. നോക്കണേ. സ്തോത്രം. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴായിരുന്നു സ്തോത്രം ഗലീലയിലെ കാനാവിലെ കല്യാണ വീടിനകത്തില് സ്തോത്രം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശു അടയാളങ്ങളുടെ ആരംഭമായ ആ വീടിന് വേണ്ടി ചെയ്തത്. ഞാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ ദൂതുകൾ കയറി വരിക. സ്തോത്രം. ആ വീടിന് വേണ്ടി ചെയ്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില വീടുകൾക്ക് വേണ്ടി ചിലത് ദൈവം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ഈ ഉപവാസത്തിന്റെ 3-ാമത്തെ പകൽക്കാലം ചില വീടുകൾക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുക. വീടിനകത്തിൽ ഒരു വ്യക്തിയുണ്ടോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ വീടിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണോ? സ്തോത്രം. ഈ പകൽക്കാലം എനിക്ക് പറഞ്ഞു, കർത്താവേ ഞാനൊരു വീടിനെ പ്രതികരിക്കുക. സ്തോത്രം. അല്ലെങ്കിൽ ഞാനൊരു വീടിനെ പ്രതികരിക്കുക. സ്തോത്രം. വീടിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? നിനക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകൽക്കാലം ചിലത് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി. ഒന്നുകൂടെ ഞാൻ ആ പദത്തെ ആവർത്തിക്കാം. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി. സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിന്റെ സകല പ്രവൃത്തികളെയും ഹല്ലേലൂയ സ്തോത്രം ഓപ്പൺ ചെയ്യുന്ന കീയാണ് വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല പ്രവൃത്തിയും നിന്റെ വീടിനകത്തിൽ ഓപ്പൺ ചെയ്യുന്ന, ഒന്നുകൂടെ പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്തോത്രം ഒരു കീയാണ് വിശ്വാസം. ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടെ ഹല്ലേലൂയ ചിലത് ഓപ്പൺ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോകുക. യേശു രണ്ടാമത് ഹല്ലേലൂയ ഗലീലിലെ കാനാവിലേക്ക് വരിക. അവിടെ ഒരു രാജഭൃത്യൻ ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് കർത്താവിനോട് പറയുന്ന ഒരു പദമുണ്ട്. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ എന്റെ അടുക്കിലേക്ക് പെട്ടെന്ന് പറഞ്ഞ കാര്യം, എന്റെ മകൻ മരിപ്പാറായി കിടക്കുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം അവനോട് പറയും, അവനെ വന്ന് സൗഖ്യമാക്കണമേ എന്ന് പറയുകയാണ്. പക്ഷേ സ്തോത്രം യേശു അവനോട് പറയും, നിങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ സ്തോത്രം അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് എന്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് നീ വരണമേ എന്ന് പറയുക. അപ്പൊ കുഞ്ഞ് വേറെടുത്ത് കിടക്കുക, കുഞ്ഞ് വീട്ടിൽ കിടക്കുക. സ്തോത്രം. ഇവൻ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുക.
മൈലുകൾക്കപ്പുറത്തെ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനത്തെ ഞാൻ തെളിയിക്കാൻ വരിക. മൈലുകൾക്കപ്പുറം വിശ്വാസം അപ്പുറത്താണ് വിഷയം കിടക്കുന്നത്. ഇവൻ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുക. സ്തോത്രം. കർത്താവിനോട് പറയുന്ന ഒരു പദമുണ്ട്. സ്തോത്രം. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. എന്തുവാ? പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, വചന ശുശ്രൂഷ ചിലതിനെ പൊട്ടിക്കാൻ പോകുക. വചനമയച്ചവൻ വിടുവിച്ചു എന്നുള്ള ദൈവവചന പ്രകാരം ഈ വചന ശുശ്രൂഷയ്ക്കകത്തിൽ ചിലത് പൊട്ടാൻ പോവുക. രോഗങ്ങൾ പൊട്ടി മാറാൻ പോവുക. മരണശക്തികൾ അഴിഞ്ഞു മാറാൻ പോകുക. നിങ്ങൾ ഇത് പകൽ വിശ്വസിച്ചോ? രോഗങ്ങൾ പൊട്ടി മാറാൻ പോവുക, മരണശക്തികൾ അഴിഞ്ഞു മാറാൻ പോവുക. സ്തോത്രം. അവൻ അത് വിശ്വസിച്ചിട്ട് സ്തോത്രം ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, പോയിക്കോ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. അടുത്ത പദമാണ് ഇമ്പോർട്ടന്റ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ എന്ത് ചെയ്തു? പോയി. അടുത്ത എന്റെ ചോദ്യം നിങ്ങളോട്, അവൻ സൗഖ്യമായെന്ന് കണ്ടോ? കണ്ടില്ല. അവൻ സൗഖ്യമായത് കണ്ടോ? കണ്ടില്ല. സ്തോത്രം. ഞാൻ പിന്നെ ചോദിക്കട്ടെ, എന്തോ വിശ്വസിച്ചോണ്ടാ പോയത്? ഇനി യേശു ഗലീലയിലെ ഈ കാനാവിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് പിന്നെയും വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? നിനക്ക് യേശുവിനെ പിന്നെയും, നമ്മളിലെ ഡോക്ടർമാരെ മാറി മാറി കാണുന്നത് പോലെ, അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുന്നത് പോലെ, പിന്നെയും യേശുവിനെ നിനക്ക് സൗഖ്യമായില്ലെങ്കിൽ വന്ന് കാണാവുന്ന വല്ല തെളിവുണ്ടോ? സ്തോത്രം. ഇപ്പോ ഇതിനകത്തിൽ ഉറപ്പായിട്ട് ഒരു വിടുതൽ നടന്നില്ലെങ്കിൽ നിന്റെ കൊച്ചു മരിക്കും. നീ വന്നത് വേസ്റ്റ് ആകത്തില്ല. എത്ര ചോദ്യം നിൽക്കുക, എത്ര ചോദ്യം നിൽക്കുക. പക്ഷെ അവന്റെ വിഷയം ലോകപ്രകാരം ചോദിക്കുന്ന ചോദ്യമല്ല. അവനൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചോണ്ട് പോവാ. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ രാത്രി? ഇന്ന് പകൽ ഇങ്ങനെ വിശ്വസിക്കാൻ ആരെങ്കിലും, നിന്റെ ചില വിഷയത്തെ ഇങ്ങനെ വിശ്വസിക്കാനുണ്ടോ? ദൈവദാസനെ, ഈ മൂന്നാമത്തെ പകൽക്കാലം ഞാൻ ചില വിഷയത്തെ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് പോകും. ഈ വചന ശുശ്രൂഷയുടെ മുമ്പിൽ ഞാൻ ചില വിഷയത്തെ വിശ്വസിച്ചുകൊണ്ട് പോകുക. ഞാൻ നിങ്ങളോട് ദൂത് കൈമാറാൻ, നീ ഏത് വിഷയവുമായിട്ടാണോ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഈ വചന ശുശ്രൂഷയുടെ മുമ്പിൽ ഇരിക്കുന്നത്, ആ വിഷയത്തിനകത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പോയിക്കോ. സ്തോത്രം. ഈ മിനിറ്റിൽ ഞാൻ പറയാ, സ്തോത്രം, ഈ മിനിറ്റിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. ഈ മിനിറ്റിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. ഈ മിനിറ്റിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. അത് ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുന്നവർ, യേശുവിന്റെ വാക്ക് പോലെ ഈ വചനത്തെ വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞു. ചില വിഷയങ്ങളുടെ മേൽ ആമേൻ പറഞ്ഞു. സാഹചര്യം നോക്കാതെ ആമേൻ പറഞ്ഞു. അതിനകത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കോൺഫിഡൻസ് ഇന്ന് പകൽക്കാലം ഉണ്ടാവട്ടെ. ഒരു കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഒരു കോൺഫിഡൻസ് ഇന്ന് പകൽക്കാലം ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പോയി. അവൻ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പോയി. സ്തോത്രം. ഞാൻ ഒരു ദൂത് നിങ്ങളോട് കൈമാറാൻ പോവുക. സ്തോത്രം. അവൻ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്നറിയോ? ഞാൻ ഇനിയും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സ്തോത്രം കണ്ടോണ്ട് വന്നതും മനസ്സിലാക്കിയതുമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്തോന്നറിയോ? ദുഃഖത്തിന് മേൽ ദുഃഖവും മരണത്തിന്റെ മേൽ മരണവുമായി എന്റെ വീട് മാറാൻ പോകുക. അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി അവൻ ഇറങ്ങിയത്. പിടികിട്ടിയോ? അതിനകത്ത് നിന്ന് ഒരു വിടുതലിന് വേണ്ടി അവൻ ഇറങ്ങിയത്. സ്തോത്രം. പക്ഷെ ഒരു വാക്ക് വിശ്വസിച്ചോണ്ട് അവൻ തിരിച്ചു പോകുന്നത് ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല. വല്ലതും നടന്നോന്ന് അറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ അവൻ തിരിച്ചു പോകുന്ന ഒരു കോൺഫിഡൻസോടെ ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്കകത്ത് നീ കോൺഫിഡൻസോടെ ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ കോൺഫിഡൻസോടെ ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ, നീ ഒരു അത്ഭുതം കാണാൻ പോകുക. നീ ഒരു സന്തോഷത്തിന്റെ വാർത്ത കേൾക്കാൻ പോകുക. ചിലരോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ടൊരു ദൂത് കൈമാറുക. നീ മീറ്റിംഗിനകത്തിൽ ഹല്ലേലൂയ ഒരു സന്തോഷത്തിന്റെ വാർത്ത കേൾക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി ദൈവം ഈ മീറ്റിംഗിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ചില സന്തോഷത്തിന്റെ വാർത്ത നീ മീറ്റിംഗിനകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചില ഭാരവും കൊണ്ടാ കടന്നു വന്നത്, ചില വേദനയും കൊണ്ടാ കടന്നു വന്നത്. പക്ഷേ നീ വിശ്വസിച്ചോ? നീ ഒരു സന്തോഷത്തിന്റെ വാർത്ത എതിരേൽക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സന്തോഷത്തിന്റെ വാർത്ത, സന്തോഷത്തിന്റെ വാർത്ത, സന്തോഷത്തിന്റെ വാർത്ത നീ വിശ്വസിച്ചോ? അത് നീ എതിരേൽക്കാൻ പോവുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ മീറ്റിംഗിനകത്തിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് തീരുന്നതിന് എഴുതി വെക്കണം,
ഈ മൂന്നാമത്തെ ദിവസം 14-ാം തീയതി മൂന്നാമത്തെ ദിവസം, സ്തോത്രം, ഞാൻ കേൾക്കപ്പെട്ട വചനത്തെ വിശ്വസിക്കുക. അടുത്ത മണിക്കൂറിൽ ഞാൻ ഭാരപ്പെട്ട, നിങ്ങളുടെ ഭാരപ്പെട്ട വിഷയമാണ് എന്തോന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ട് പറഞ്ഞു. ഇതിനകത്ത് ഞാൻ ഒരു സന്തോഷത്തിന്റെ വാർത്ത കേൾക്കാൻ പോവുക. ഇതിനകത്ത് ഞങ്ങളൊരു സന്തോഷത്തിന്റെ വാർത്ത കേൾക്കാൻ പോവുക. സ്തോത്രം. ഇന്ന് പകൽ കണ്ണു അടച്ച് പൊട്ടന്മാരെ പോലെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ, ആ രാജഭൃത്യം വിശ്വസിച്ചതുപോലെ, സ്തോത്രം, അവൻ ഇനി യേശുവിനെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, തിരിച്ച് യേശുവായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷേ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. സ്തോത്രം. അടുത്ത നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വരുമ്പോൾ ഹല്ലേലൂയ വഴി വെച്ചിട്ട് ഹല്ലേലൂയ അവന്റെ ദാസന്മാർ അവനെ എതിരേൽക്കുക. നിന്റെ അടുത്ത വാക്യം എന്തോന്നറിയോ? നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായിട്ട് എതിരൊട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പിടികിട്ടിയോ? നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ എന്ത് വിശ്വസിച്ചോണ്ട്, യേശു എന്താണോ അവനോട് പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, അത് വിശ്വസിച്ചോണ്ട് അവൻ പോയി. അവൻ കേൾക്കുന്ന വാർത്ത, വിശ്വസിച്ചത് സംഭവിച്ചു എന്ന് അവൻ കേൾക്കുകയാണ്, അത് അവൻ കാണുകയാണ്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിക്കുന്ന, നീ കാണാൻ പോകുക, നീ വിശ്വസിക്കുന്ന, നിങ്ങൾ കേൾക്കാൻ പോകുക. ഈ പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ചിലത് യെസ് ശാന്തലാദികൾ കെട്ടി പ്രബടകനാദികൾ കെട്ടിയ റേമനാസികൾ കെട്ടി പ്രബടകനാദികൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ശത്രു കെട്ടിയിട്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ സംഭവിക്കുന്നത് ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു. ചില ബ്രേക്ക് ത്രൂ ഇപ്പോൾ സംഭവിക്കുക, ചില ബ്രേക്ക് ത്രൂ എന്നോട് കർത്താവ് ശക്തമായിട്ട് പറയുന്നു. ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ ലൈഫിനകത്ത് ഭയങ്കര ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു, ഭയങ്കര ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. നീ മൂന്നാമത്തെ പകൽക്കാലം വെറുതെ വന്നതല്ല. യേശുവിന്റെ നാമത്തിൽ വെറുതെ വന്നതല്ല. ഒരു ബ്രേക്ക് ത്രൂ നിന്റെ ലൈഫിനകത്ത് ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന സകലരെയും നോക്കി ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. എന്നോട് പരിശുദ്ധ പറയുന്നു, നീ ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് വന്നിരിക്കുന്ന വെറുതെ വന്നിരിക്കില്ല, ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കാനാ. ഒരു ബ്രേക്ക് ത്രൂ. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ഒരു ദൂതൂടെ ഞാൻ നിങ്ങളോട് കൈമാറാം. ഹല്ലേലൂയ. ഈ മൂന്നാമത്തെ ദിവസം, നിങ്ങളുടെ ഉപവാസത്തിന് ഈ മൂന്നാമത്തെ ദിവസം കർത്താവ് എന്തിനാ നിങ്ങളെ ഈ ദൂത് കേൾപ്പിക്കുന്നത്? സ്തോത്രം. ഈ ദൂത് കർത്താവ് നിങ്ങളെ കേൾപ്പിക്കുന്നതിന് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? മോളെ, നിന്റെ ലൈഫിൽ എനിക്കിത് ചെയ്യുവാനുണ്ട്. ഒരു ഇൻവിറ്റേഷൻ കർത്താവ് നിങ്ങൾക്ക് തരിക. എത്ര പേർക്ക് പിടികിട്ടി? ഒരു ഇൻവിറ്റേഷൻ കർത്താവ് ചുമ്മാതെ വന്നിട്ട്, സ്തോത്രം, സാബാസ്ലൈനിൽ വന്നിട്ട് നിങ്ങളോട് ചുമ്മാതെ പറയുകയല്ല. ഇന്ന് പകൽക്കാലം ദൈവശബ്ദം നിങ്ങൾ കേൾക്കാൻ കാരണം നിന്റെ വീടിനകത്തിൽ ഇങ്ങനെ ചെയ്യാൻ കർത്താവിന് താല്പര്യമുണ്ടെന്നുള്ള ഒരു ഇൻവിറ്റേഷൻ തരിക. എത്ര പേർ ആ ഇൻവിറ്റേഷൻ റിസീവ് ചെയ്യാൻ തയ്യാറാ? ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ആ ഇൻവിറ്റേഷൻ റിസീവ് ചെയ്യാൻ തയ്യാറാ? ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ, സ്തോത്രം, ഞാൻ ആ കല്യാണത്തിന് വേണ്ടി, സ്തോത്രം, നിങ്ങളുടെ വീടിനകത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ വീട്ടിൽ അജയ് ബ്രദറിനെ ഞങ്ങൾ കുടുംബമായിട്ട് ആ വിവാഹത്തിന് വേണ്ടി വിളിച്ചാല്, സ്തോത്രം, ആ വിവാഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാം. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാകാം. സ്തോത്രം. നല്ല, സ്തോത്രം, അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഉണ്ടാകാം. പല കാര്യങ്ങൾ ഉണ്ടാകാം. ഞാൻ നല്ല വിഭവസമൃദ്ധമായ ഒരു ആഹാരം ഒരുക്കി വെച്ചിട്ട്, സ്തോത്രം, അജയ് ബ്രദറിന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് അജയ് ബ്രദർ വന്നെങ്കിൽ മാത്രമേ ആ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ആ ഇൻവിറ്റേഷൻ അദ്ദേഹം റിജക്ട് ചെയ്താൽ അദ്ദേഹത്തിന് അതിനകത്തിൽ ഒരു ഭക്ഷണത്തിന്റെ പോലും, സ്തോത്രം, ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ എത്ര രൂപ മുതൽ മുടക്കി ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആഗ്രഹിച്ചാലും അദ്ദേഹം ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യാതെ, ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് വരാതെ അദ്ദേഹത്തിന് അതിനകത്തിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് പിടികിട്ടി? ഞാൻ ഇവിടെ 1.5 മണിക്കൂറല്ല 10 മണിക്കൂർ കൂടെ ശുശ്രൂഷിച്ചാലും ഇതിന്റെ ദൈവം നിങ്ങൾക്ക് തരുന്ന ഇൻവിറ്റേഷനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വിടുതൽ കിട്ടത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഈ പകൽക്കാലം ഈ ഇൻവിറ്റേഷനെ, കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഇൻവിറ്റേഷനെ, ഒന്നുകൂടെ പറഞ്ഞ കർത്താവ് പറയുന്നു, നിന്റെ വീടിനകത്തിൽ എനിക്കിത് ചെയ്യാനുണ്ടെന്ന് ദൈവം തെളിയിക്കുക. സ്തോത്രം. ഈ ഇൻവിറ്റേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളോ? അക്സെപ്റ്റ് ചെയ്തോ? നീ തിരുവചനം ഇങ്ങനെ പറയും, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാലം നീ ചിലത് ടേസ്റ്റ് ചെയ്യാൻ പോവുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ രാജഭൃത്യൻ ടേസ്റ്റ് ചെയ്തതുപോലെ, സാരാപ്തയിലെ വിധവ ടേസ്റ്റ് ചെയ്തതുപോലെ, ഇന്ന് പകൽക്കാലം ചില വീടുകൾക്കകത്തില്, ചില വ്യക്തികൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില ദൈവപ്രവർത്തികൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞു. അത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞു. ദൈവപ്രവർത്തികൾ
ഓ റാമാനസി ഹന്തനാദികൾ കെട്ടു റമാനകഷുടിയ. ഈ മണിക്കൂറിൽ ചില കുടുംബങ്ങൾ, ചില ദൈവപ്രവൃത്തികൾ ടേസ്റ്റ് ചെയ്യാൻ പോകുക. യഹോവ നല്ലവനിൽ നിന്ന് രുചിച്ചറിയാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭയങ്കര ചില ദൈവപ്രവൃത്തികൾ ചില കുടുംബങ്ങൾക്കകത്ത്, ചില തലമുറകൾക്കകത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങളെ ചില വിഷയങ്ങൾക്കകത്ത് ചില ദൈവപ്രവൃത്തികൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഓ കർത്താവിനോട് പറയുന്നു, ചിലർ ടേസ്റ്റ് ചെയ്യാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കാൻ കഴിയുന്നവർ ആമേൻ പറഞ്ഞു സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഇത് നിങ്ങളും ദൈവമായിട്ടുള്ള എൻകൗണ്ടറിന്റെ ഇൻവിറ്റേഷൻ ആണ്. ഓ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഇത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഇൻവിറ്റേഷന്റെ എൻകൗണ്ടറിന്റെ ഇൻവിറ്റേഷൻ ആണ്. അത് വിശ്വസിച്ച് നിങ്ങൾ ഹല്ലേലൂയ ആ ഇൻവിറ്റേഷനെ റിജക്ട് ചെയ്യാതെ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അതിനകത്തൊരു മഹത്വം വെളിപ്പെടാൻ പോകുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ഭയങ്കരമായിട്ട് ദൈവാമ ഇടപെടുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനത്തിൽ ഇങ്ങനെ പദം എഴുതിയിരിക്കുന്നു. ഞാൻ ബീന സിസ്റ്ററെ, ഞാൻ ഈ ഇൻവിറ്റേഷനെ കുറിച്ച് പറയും, പെട്ടെന്ന് എന്നോട് പരിശുദ്ധം പറയുന്നു. സ്തോത്രം. തിരുവചനത്തിൽ ഇങ്ങനെ പദം എഴുതിയേ, കാനാവിലെ കല്യാണ വീട്ടിനകത്തിൽ ഒരു വിവാഹം നടന്നപ്പോൾ യേശുവിനെ അവിടെ ക്ഷണിച്ചിരുന്നു എന്ന് തിരുവചനം പറയുന്നു. സ്തോത്രം. ആ വിവാഹത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. സ്തോത്രം. ഇൻവിറ്റേഷൻ കൊടുത്തടുത്ത് യേശു എത്തിയത് കൊണ്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരം അവിടെ ഉണ്ടായത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം ബീന സിസ്റ്റർ നിങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. നിങ്ങൾ ഇതിനകത്ത് വന്നു. സ്തോത്രം. ഈ വന്നിരിക്കുന്നവർക്ക് കർത്താവ് ഒരു ഇൻവിറ്റേഷൻ തരിക. സ്തോത്രം. ഹല്ലേലൂയ. വന്നിരിക്കുന്നവർക്ക് കർത്താവ് ഒരു ഇൻവിറ്റേഷൻ തരിക. നിന്റെ പ്രശ്നത്തിനകത്തിൽ പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരുവൻ ഇന്ന് ഈ പകൽക്കാല, ഈ മൂന്നാമത്തെ പകൽക്കാല ഈ മീറ്റിംഗിന്റെ നടുവിലുണ്ട്. നീ അവനോട് വിഷയം ഷെയർ ചെയ്ത് അവൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്താൽ, ഒന്നുകൂടെ ഞാൻ പറയാം, അവൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്താൽ നീ ചില ദൈവപ്രവൃത്തി കാണാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. യെസ് സ്തോത്രം, സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഭയങ്കരമായിട്ട് ദൈവാത്മാവിനോട് മർമ്മം സംസാരിക്കാൻ പറയുന്നു. മർമ്മം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കരമായിട്ട് എന്നോട് പരിശുദ്ധം പറയുന്ന ഗൈഡൻസിലാണ് ഞാൻ പോകുന്നത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ ആ വീട്ടിൽ ക്ഷണിച്ചു എന്നുള്ളത് മാത്രം കാര്യമില്ല. ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തത് മാത്രമല്ല, യേശു പറയുന്ന അനുസരിക്കണം. അജയ് ബ്രദറിനെ കല്യാണത്തിന് വിളിച്ചു. അജയ് ബ്രദർ അവിടെ വന്നു. ഞാൻ അതിന്റെ റിസപ്ഷൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. സ്തോത്രം. ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞാൻ അജയ് ബ്രദർ എന്നോട് ചോദിച്ചു, ദേവദാസിനെ എവിടെയാ റിസപ്ഷൻ? ഞാൻ പറയും, ദേവദാസിനെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്, അവിടേക്ക് ചെന്നുണ്ട്, അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചാട്ടെ. സ്തോത്രം. അദ്ദേഹം ഫസ്റ്റ് ഫ്ലോറിൽ പോകാതെ ആ മീറ്റിംഗ് നടക്കുന്ന, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നിടത്ത് വരെ വന്നിട്ട് പോയതുകൊണ്ട് അദ്ദേഹത്തിന് രുചിച്ചറിയാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? ഈ മീറ്റിംഗിൽ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്തോത്രം വിടുതൽ രുചിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ അക്സെപ്റ്റ് ചെയ്തിട്ട് സ്തോത്രം എവിടെയാണോ അനുസരിക്കേണ്ടത് അത് അനുസരിച്ചപ്പോൾ സ്തോത്രം ആ ദൈവപ്രവൃത്തി രുചിച്ചറിയുക. സ്തോത്രം. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അവർ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാർ. അക്സെപ്റ്റ് ചെയ്തപ്പോൾ സ്തോത്രം. അല്ലല്ലേ, ഇനി നിങ്ങൾ കൊണ്ടുപോയി വിരുന്നു വഴിക്ക് കൊടുക്ക്. സ്തോത്രം. അതവർ ചെയ്തപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി അവിടെ തുറന്നു വരിക. ഇന്ന് പകൽക്കാലം ചിലത് നിങ്ങൾ ചോദ്യം ചെയ്യാതെ വിശ്വാസത്തോടെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ചിലത് നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ചില സന്തോഷത്തിന്റെ വാർത്തകൾ നിന്നെ എതിരേൽക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം, ഞാൻ ഭയങ്കര ദൈവാത്മാവിനെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നു. കർത്താവ് ഒരു വെളിപ്പാട് തന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചിലരങ്ങനെ വിശ്വസിക്കുന്ന ചിലരങ്ങനെ, ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത് കാണാൻ പോവാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജഭൃത്യന്റെ വീടിനകത്തില് ഒരു കൂട്ടം ആൾക്കാർ ഈ കുഞ്ഞിന്റെ മരണം കാണാൻ വേണ്ടി നിൽക്കുകയാണ്. രാജഭൃത്യൻ അവിടെ ഇല്ല, യേശുവിനെ തിരക്കി പോയിരിക്കുക എന്നാ പറയുന്നത്. സ്തോത്രം. കേട്ടോ? സ്തോത്രങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. സ്തോത്രം. രാജഭൃത്യനല്ല, യേശുവിനെ തിരക്കി പോയിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ വീട്ടിൽ നിൽക്കുന്നവർ
ഇമ്മീഡിയറ്റ്ലി ഒരു അത്ഭുതം കാണുക. എത്ര പേർക്ക് പിടികിട്ടി? ആ വീട്ടിൽ നിൽക്കുന്നവർ ഇമ്മീഡിയറ്റ്ലി ഒരു അത്ഭുതം കാണുകയാണ്. സ്തോത്രം. എത്ര പേർക്ക് ദൂത് പിടികിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. നീ ഈ മീറ്റിംഗ് ഇരിക്കുമ്പോൾ, നീ ചില ദൂത് റിസീവ് ചെയ്യുമ്പോൾ തന്നെ ആ വിഷയത്തിൽ ഇമ്മീഡിയറ്റ്ലി ചില അത്ഭുതങ്ങൾ, സ്തോത്രം, ആ വിഷയം കിടക്കുന്നിടത്ത് നടക്കാൻ പോവുക. നീ ഈ മീറ്റിംഗിലാണ് ഇരിക്കുന്നത്, നീ ഇവിടെ ഇരുന്ന ദൂത് റിസീവ് ചെയ്യുന്നത്, പക്ഷേ വിദൂരങ്ങളിൽ കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്തില്ല, വിദൂരങ്ങളിൽ കിടക്കുന്ന ഒരു വിഷയങ്ങൾക്കകത്തില്ല. ആ വിഷയത്തിനകത്തിൽ ചില അത്ഭുതങ്ങൾ അവിടെ നടക്കാൻ പോകുക. അതിന്റെ വിടുതൽ നിന്നെ എതിരേൽക്കാൻ പോകുക. അതിന്റെ വിടുതൽ, അത് വിശ്വസിക്കുന്നു, അതിന്റെ വിടുതൽ നിന്നെ എതിരേൽക്കാൻ പോവുക. നീ മീറ്റിംഗ് വന്നിരിക്കുന്ന വെറുതെ അല്ല. സ്തോത്രം. യേശുവിന്റെ നാമത്തില് അതിന്റെ വിടുതൽ നിന്നെ എതിരേൽക്കാൻ പോവുക. ചില വിടുതലുകൾ എന്നോട് ശക്തമായിട്ട് ദൈവം പറയുന്ന ഈ ഉപവാസ പ്രാർത്ഥനയില് ചില വിടുതലുകൾ ചിലരെ എതിരേൽക്കാൻ പോവുക. ചില വീടുകളെ, ചില വീടുകൾക്കകത്തിൽ നഷ്ടം വരുത്താൻ, അല്ലെ കഷ്ടം വരുത്താൻ, പ്രതിസന്ധി വരുത്തുവാൻ നിൽക്കുന്ന ചില ശക്തികൾ ഈ മീറ്റിംഗിന് യേശുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെട്ട് ചില വിടുതലുകളുടെ വാർത്തകൾ നിന്റെ വീടിനെ തേടി വരാൻ പോവുക. ചില ഇൻവിറ്റേഷൻസ്. ഓ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. വിശ്വാസമില്ലാത്ത പലരുടെ വായിൽ നിന്ന് പോലും, അങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, വിശ്വാസമില്ലാത്ത പലരുടെ വായിൽ നിന്ന് പോലും വിശ്വസിച്ചു ദൈവം ചെയ്ത അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ അവരുടെ നാവ് കൊണ്ട് നിന്നോട് പറയിപ്പിക്കാൻ പോകുക. അവരുടെ നാവ് കൊണ്ട് നിന്നോട് പറയിപ്പിക്കാൻ, വിശ്വസിച്ചോ, അവരുടെ നാവ് കൊണ്ട് നിന്നോട് പറയിപ്പിക്കാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കാത്ത പലരും നിന്റെ വീടിനകത്ത് നടന്ന, നിന്റെ വിഷയത്തിൽ നടന്ന അത്ഭുതങ്ങളെ കുറിച്ച് അവരുടെ നാവ് കൊണ്ട് നിന്നോട്, വിശ്വസിച്ച നിന്നോട് അവരുടെ നാവെടുത്ത് ദൈവം സാക്ഷ്യം പറയിപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്ന ചിലർ ആമേൻ പറഞ്ഞു. ആ സാക്ഷ്യം നിന്നെ തേടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ആ സാക്ഷ്യം തേടി നിന്നെ തേടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ സാക്ഷ്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുവോ? നടക്കുവോ? സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നടക്കും. സ്തോത്രം. നടക്കും. ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, സ്തോത്രം, കഴിഞ്ഞ സ്തോത്രം ഈ മാസം തന്നെ നടന്ന, സ്തോത്രം, ഒരു മീറ്റിംഗ് നടന്ന ഒരു അത്ഭുതം ഞാൻ പറയാം. സ്തോത്രം. 3-ാം തീയതി ആയിരുന്നു തോന്നുന്നു ആ മീറ്റിംഗ്. 3-ാം തീയതി ആ മീറ്റിംഗ്, സ്തോത്രം, ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവദാസനോട് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ ഫോണുകൾ എടുക്കാൻ പറ്റാത്തതുപോലെ ടെസ്റ്റ് മണികൾ വരാൻ പോവാന്ന് പറഞ്ഞു. ദൈവദാസൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ 10-30 കോളുകൾക്ക് മേളിലാണ് വന്നത്. സ്തോത്രം. എനിക്കാണെങ്കിൽ പല കോളുകളും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഒരു ടെസ്റ്റ് മണി, ഒരു വ്യക്തിയുടെ ടെസ്റ്റ് മണി എനിക്ക് അയച്ചു തന്നു. പിന്നെ ആ വ്യക്തി തന്നെ ടെസ്റ്റ് മണി എനിക്ക് പേഴ്സണലി, സ്തോത്രം, എന്നോട് പറയാനായിട്ട് ഇടയെത്തണം. ആ വ്യക്തിയുടെ എന്റെ നമ്പർ മേടിച്ചിട്ട് പിന്നെ ആ വ്യക്തി പേഴ്സണലി എന്നോട് ടെസ്റ്റ് മണി പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനൊന്നും ശുശ്രൂഷിക്കാൻ വന്നതല്ല, പക്ഷെ എന്തോ പരിശുദ്ധാത്മാവ്, സ്തോത്രം, നിയോഗത്തോടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. സ്തോത്രം. നിങ്ങളുടെ ലൈഫിൽ ആകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. സ്തോത്രം. നിങ്ങളുടെ കൊല്ലം, പത്തനംതിട്ട ഏരിയയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് മണി കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ആഞ്ഞടിച്ച് സ്തോത്രം ഒരു പരുവാ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മീറ്റിംഗിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, അദ്ദേഹം ആ ദൂതിനെ അങ്ങ് ഏറ്റെടുത്തു. അങ്ങ് പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് എന്റെ ദൂതായിരുന്നു, എന്നോടുള്ള ദൂതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങ് ഏറ്റെടുത്തു. സ്തോത്രം. ഇത് ഈ ദൈവപ്രവൃത്തി നമ്മൾ വ്യക്തിപരമായിട്ട് ഏറ്റെടുത്തോണം കേട്ടോ. സ്തോത്രം. അദ്ദേഹത്തിന്റെ ദൂതാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ഒരു വലിയ ഫൈനാൻഷ്യൽ വിഷയത്തിനകത്തില്, സ്തോത്രം, അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. ഒരു വലിയ ഫൈനാൻഷ്യൽ സംഭവം അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇത് കൊടുക്കാനുള്ളത്. പക്ഷേ സഹോദരി കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ട, ഇദ്ദേഹം പെന്തക്കോസ്തുകാരനാണ്. സ്തോത്രം. ആ സഹോദരൻ നാളുകളായിട്ട് അത് കൊടുക്കാതെ, സ്തോത്രം, ഇവര് തമ്മിൽ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്കറിയോ, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ ടെസ്റ്റ് മണി, വലിയ വിഷയമൊന്നുമില്ല, പക്ഷെ ഇവര് തമ്മിൽ, സ്തോത്രം, ഒരു ഇഷ്യൂസിനകത്തിൽ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ആ നന്മ കിട്ടാതെ ഇങ്ങനെ കിടക്കുക. ഈ മീറ്റിംഗ് അദ്ദേഹം എന്നോടുള്ള ദൂതാന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വിശ്വസിച്ച് ഏറ്റെടുത്ത് മീറ്റിംഗ് കഴിഞ്ഞ് ഇതേപോലെ രാവിലെ 7 മണി അങ്ങാണ്ട് കഴിഞ്ഞു. സ്തോത്രം. ദിവസങ്ങളായിട്ട് മിണ്ടാതിരുന്ന സഹോദരൻ ഇദ്ദേഹത്തിന്റെ അടുക്കിലോട്ട് വന്നു. സ്തോത്രം. അവര് തമ്മിൽ ആ പ്രശ്നം അന്നേരം അങ്ങ് തീർന്നു കേട്ടോ. അവര് തമ്മിൽ പ്രശ്നം അന്ന് രാവിലെ അവര് പോകേണ്ട ഒരു സ്ഥലത്ത് പോയി ആ ഫൈനാൻഷ്യൽ, ഈ സഹോദരനെ ചെയ്തു കൊടുക്കണേ ഫൈനാൻഷ്യൽ വിഷയത്തിനകത്തിൽ സെറ്റിൽമെന്റ് നടത്തി. സ്തോത്രം. അതിനകത്തിൽ വർഷങ്ങളായിട്ട് വിടുതൽ നടക്കാത്ത വിഷയത്തിൽ അന്ന് പകൽക്കാലം ഒരു അത്ഭുതം അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ചു. ഈ ടെസ്റ്റ് മണി സന്തോഷത്തോടെ പുള്ളിക്കാരൻ എനിക്ക് കിട്ടുമെന്ന്. നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പിടികിട്ടിയോ?
നാളുകളായി നടക്കാത്ത ചില വിഷയം ഞാനിത് പറയും. പരിശുദ്ധ അമ്മന്റെ അസാധാരണ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യുന്നു. നാളുകളായി നിന്റെ ജീവിതത്തിൽ നടക്കാത്ത ഒരു വിടുതലില്ലെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഞാനിത് പറയുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കിനെ പിന്നെയും കർത്താവിനോട് പറയാൻ പറയുന്നു. സ്വത്ര നാളുകളായി ഒരു വിടുതലില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് പകൽക്കാലം ചിലത് ദൈവം ചെയ്യാൻ പോകുക. ദൈവത്തിന് ചിലത് ഇന്ന് കർത്താവിനോട് ഭയങ്കരമായിട്ട് പറയുന്നു. ബിനിസേ ദൈവാമ്മനോട് പറയാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം ചിലർക്ക് ഇതിനകത്തിൽ ചിലത് ചെയ്തു കൊടുക്കണമെന്ന് കർത്താവിന് താല്പര്യമുണ്ട്. ഇവരെ ഇങ്ങനെ വിട്ടാൽ ഇവർ വഴിയിൽ തളർന്നു പോകുന്നു കണ്ടിട്ട് സ്വോത്രം മരുഭൂമിയിൽ കർത്താവിന്റെ മുമ്പിൽ വന്ന ജനത്തെ അങ്ങനെ പറഞ്ഞു വിട്ടാൽ അവർ മരുഭൂമിയിൽ തളർന്നു പോകുന്നു കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, ഈ ജനത്തിന് ആഹാരം കൊടുക്കുക. ഈ ജനത്തിന് ആഹാരം ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് കർത്താവ് പറയും, നിനക്ക് ചില വിടുതലുകളെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിന്റെ നടുവിൽ കർത്താവ് ചെയ്യാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ ഇന്ന് പകലിൽ ഈ മീറ്റിംഗിന്റെ നടുവിൽ കർത്താവ് ചെയ്യാൻ പോകുക. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടെന്നുള്ള ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് പോലെ ചില വീടുകൾക്കകത്തിന്ന് ചില പ്രതിസന്ധികളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റിയിട്ട് ചില ദൈവപ്രവർത്തികൾ ഇന്ന് പകൽക്കാലം നിന്റെ വീടിനകത്ത് സെറ്റ് ചെയ്യുന്നു. വിശ്വാസമില്ലാത്തവന് പോലും വിശ്വസിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവർത്തിയെ ദൈവം സെറ്റ് ചെയ്യുക. വിശ്വസിച്ചു. യേശു കർത്താവിനോട് അങ്ങനെ പറയാൻ പറയുന്നു. വിശ്വാസം ഇല്ലാത്തവർ പോലും സ്വതന്ത്ര നിന്റെ ലൈഫിൽ നടന്ന അത്ഭുതത്തെ കുറിച്ച് വിശ്വസിച്ച് നിന്നോട് സാക്ഷ്യം പറയാൻ. നീ അല്ല സാക്ഷ്യം പറയാൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നീ അല്ല സാക്ഷ്യം പറയാൻ പോകുന്നത്. അല്ലേ, ജാതികൾ അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ജാതികൾ അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എന്തോ പരിശുദ്ധമായിട്ട് ശക്തമായിട്ട് ഹല്ലേലൂയ ഇടപെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ജാതികൾ അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. സന്തോഷിക്കാൻ കഴിയാതിരുന്ന വിഷയത്തിനകത്ത് ജാതികൾ അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയത്തിൽ നീയല്ല സാക്ഷ്യം പറയാൻ പോകുന്നത്, ജാതികൾ, മറ്റുള്ളവർ. ഹല്ലേലൂയ സ്തോത്രം. ഞാനിത് പറയും പെട്ടെന്നൊരു വചന വെളിപ്പാട് ഇടപെട്ടു. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. ഹല്ലേലൂയ. 126 സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഹല്ലേലൂയ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരിക്കുന്നു. യഹോവ അവരിൽ, നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം, യഹോവ അവരിൽ, ഹല്ലേലൂയ സ്തോത്രം, യഹോവ അവരിൽ, ഹല്ലേലൂയ സ്തോത്രം, വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളിടയിൽ അന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ചെയ്യുന്ന വിടുതലിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയല്ല, നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയാൻ പോകും. യേശുവിന്റെ നാമത്തിൽ അത് ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു. അല്ലെ, നിങ്ങളുടെ വീടിനെ നോക്കി, നിങ്ങളുടെ തലമുറയെ നോക്കി, നിന്നെ നോക്കി ചിലർ സാക്ഷ്യം പറയാൻ പോകുകയാണ്. യഹോവ അവരിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു. യെസ്, വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം ഈ ദൂതനെ വിശ്വസിച്ചു. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, യഹോവ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളിൽ വൻ കാര്യം ചെയ്തിരിക്കുമെന്ന് ജാതികൾ പറയാൻ പോകുക. നിങ്ങളുടെ ചുറ്റും പാർക്കുന്നവർ പറയാൻ പോകുക. നിങ്ങളുടെ വീട്ടുകാർ പറയാൻ പോകുക. നാട്ടുകാർ പറയാൻ പോകുക. അല്ലെ, ഒരു വിശ്വാസവും ഇല്ലാത്തവർ നിങ്ങളെ നോക്കി അത് പറയാൻ പോകുക, നിന്റെ ദൈവം അത്ഭുതം ചെയ്തെന്ന്. യെസ്, ഷബാന, നിന്റെ ചുറ്റുമുള്ളവർ പറയാൻ പോകുക, നിന്റെ നാട്ടുകാർ പറയാൻ പോകുക, നിന്റെ വീട്ടുകാർ പറയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ റമാനഗസിയ. ഞാനിത് പറയും, എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് പരിശുദ്ധം ഇത് ചെയ്യാൻ പോകുന്നു. പല വചന വെളിപ്പാട് ഇതിനെ തൊട്ട് തന്നെ ദൈവം ഇടപെടുന്നു. ഹല്ലേലൂയ. ചുറ്റുമുള്ളവർ പറയാൻ പോകുന്നു, ജാതികൾ പറയാൻ പോകുന്നു, മറ്റുള്ളവർ പറയാൻ പോകുന്നു. നീ ആരെടുക്കലും പറയാൻ നിൽക്കണ്ട. മറ്റുള്ളവർ നിന്റെ ലൈഫിനെ, എനിക്കറിയത്തില്ല, പരിശുദ്ധം പറയുന്നു, നിന്റെ ലൈഫിനെ നോക്കി, നിന്റെ ലൈഫിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവർ കാണത്തക്ക നിലവാരത്തിൽ അത്ഭുതം നടന്നിട്ട് മറ്റുള്ളവർ നിന്റെ വീടിനെ നോക്കി പറയാൻ പോകുക. എനിക്കറിയത്തില്ല, പരിശുദ്ധമായിട്ട് ശക്തമായിട്ട് അത് ഇടപെടുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ? സ്തോത്രം ചെയ്തോ? യേശുവിന്റെ നാമത്തിൽ ആമേൻ പറയാൻ പറ്റുന്നു. പറഞ്ഞ് സ്തോത്രം ചെയ്തു. എന്നോട് 2 വചന വെളിപ്പാട് പിന്നെയും ദൈവം ഇടപെടുന്നു. നിങ്ങൾ സ്തോത്രം ചെയ്ത് ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ആ 2 വചന വെളിപ്പാട് ഞാൻ പറയാം. നിങ്ങൾ സ്തോത്രം ചെയ്തു. ആ 2 വചന വെളിപ്പാട് സ്തോത്രം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. പരിശുദ്ധമായി ശക്തമായിട്ട് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവായിട്ട് വചന വെളിപ്പാട് എന്നോട് പറയുന്നു. സ്തോത്രം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ദൂത് ഭയങ്കരമായിട്ട് പല വീടുകൾക്ക് എഫക്റ്റ് ആവുക. സ്തോത്രം. ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും ഞാൻ എടുത്തോണ്ട് വന്ന സംഭവമൊന്നും അല്ല കേട്ടോ. സ്തോത്രം. ഈ പറഞ്ഞ നിങ്ങളോട് ലൈവ് വചനവെളിപ്പാട് ഈ പറയുന്നത്. കർത്താവിനോട് പറയുന്നു. സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം, ഞാൻ ഈ കർത്താവിനോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇടപെടുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. സ്തോത്രം.
അവിടെ സ്തോത്രം, നമ്മൾ അതിന്റെ സ്തോത്രം 57-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 57-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സോ അവിടെ ഒരു പദം കിടപ്പുണ്ട്. എലിശബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണേ. കർത്താവ് അവൾക്ക്, നിങ്ങൾ കേട്ടോ പദം, കർത്താവ് അവൾക്ക്, ഇവൾ ആരോടും ടെസ്റ്റ് മണി പറയാൻ നിൽക്കുകയല്ല, കർത്താവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. നിങ്ങൾ ആ ടെസ്റ്റ് മണി പറഞ്ഞത് ആരാ? സോദരൻ, എന്റെ നിമിസിസ്റ്റർ ടെസ്റ്റ് മണി പറഞ്ഞത് നമ്മളാണോ? അല്ല. ലോകക്കാർ അവക്കിട്ടൊരു പേരുണ്ടായിരുന്നു. എന്തുവാ? മച്ചി. കാര്യം നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുക. സ്തോത്രം. സെക്കരിയാവിന്റെ എലിശബത്തിന്റെ കുടുംബത്തെ എന്താകും? എടാ മച്ചി, ഭയങ്കരമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതനെ മച്ചി. നാട്ടുകാരും വീട്ടുകാരും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ആ വീടിനകത്തിന് ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു വെച്ച ആ വീടിനകത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി ആ വീടിനകത്ത് നടന്നപ്പോൾ ഈ പകൽക്കാലം വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ? ഹല്ലേലൂയ. ഈ മാർച്ച് മാസം ചില വീടുകൾക്കകത്തിന് ആരും കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ തുറക്കാൻ പോകുക. നിന്റെ വീടിനകത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ? ഇനി തുറക്കത്തില്ലെന്ന് പറയുന്ന ചില വാതിലുകൾ, നടക്കത്തില്ലെന്ന് പറയുന്ന ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗം തുറന്നിട്ട് നിന്നെ കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും ഒരു ടെസ്റ്റ് മണി പറയാൻ പോകുക. യഹോവയ്ക്ക് വേണ്ടി വൻ കാര്യം ചെയ്തു. യഹോവയ്ക്ക് വേണ്ടി വൻ കാര്യം ചെയ്തു. വലിയ കരുണ കാണിച്ചു. ഹല്ലേലൂയ. നിന്റെ അയൽക്കാർ പറയാൻ പോകുക, നിന്റെ നാട്ടുകാർ പറയാൻ പോകുക, നിന്റെ വീട്ടുകാർ പറയാൻ പോകുക, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുക. വിശ്വസിച്ചോ എന്ന് പകൽക്കാലം നിന്നെ അനുഭവിച്ച നിന്റെ വീടിനകത്തില്, ഒന്നുകൂടെ പറയാം, നിന്നെ അനുഭവിച്ച നീ അത്ഭുതം കാണാൻ പോവുക. ഈ ഉപവാസത്തിൽ അത്ഭുതം കാണാൻ പോവുക. ഈ ഉപവാസത്തിൽ അത്ഭുതം കാണാൻ പോയി. എനിക്ക് വേണ്ടി കല്ല് ആര് ഉരുട്ടി മാറ്റി, ഞങ്ങൾക്ക് വേണ്ടി കല്ല് ആര് ഉരുട്ടി മാറ്റി എന്ന് പറഞ്ഞു നിന്ന വ്യക്തികൾ. ബീന സിസ്റ്റർ പ്രാരംഭത്തിൽ ഒരു പദം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ഞാൻ അതിനൊന്ന് കണക്ട് ചെയ്യാം. സ്തോത്രം. അല്ലല്ലേ, നാട്ടിൽ വന്നപ്പോ അല്ലെ ഞാൻ ഒരു ചർച്ചിൽ പോയി ശുശ്രൂഷിച്ചപ്പോൾ ആ ഒരു പദം തൊട്ടൊരു പദം, ഭയങ്കര പദം അത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇരുട്ടും വെളിച്ചവും ഉൽപ്പത്തിയിൽ ദൈവം വേർതിരിച്ചു. സ്തോത്രം. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം പറയുന്നു. സ്തോത്രം. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? പിതാവാം ദൈവം പറഞ്ഞു ഉളവാകട്ടെ വെളിച്ചം. സ്തോത്രം. ഹല്ലേലൂയ. ഇരുട്ട്. എന്നിട്ട് തിരുവചനം പറഞ്ഞു വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർതിരിച്ചു. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചോണം, നിന്റെ ലൈഫിനകത്ത് ഇനി വെളിച്ചവും ഇരുട്ടോട് ഒരുമിച്ച് പോകത്തില്ല. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ചില ഇരുട്ടുകളെ ദൈവം വേർതിരിച്ച് മാറ്റുക. നിന്റെ ലൈഫിൽ നിന്ന് നാളുകളായി നിന്റെ ലൈഫിനെ ഇരുട്ടാക്കിക്കൊണ്ടിരുന്ന ചില അവസ്ഥകൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗം വേർതിരിച്ച് മാറ്റുക. ഇരുട്ടും വെളിച്ചവും കൂടി ഇനി ഒരുമിച്ച് പോകണ്ട. തിരുവചനം പറയുന്നു വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് നിൽക്കാൻ പറ്റത്തില്ല. ഈ പകൽ നീ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തു. എടാ ഇരുട്ടെ, നീ മാറിയേ പറ്റത്തുള്ളൂ. ഇനി രണ്ടൂടെ ഒന്നിച്ചു പോകണ്ട. ഏതെങ്കിലും ഒന്ന് വെളിച്ചം മതി. ഹല്ലേലൂയ. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടെ ചില ആമേൻ പറയുമ്പോൾ ചില ഇരുട്ടിന്റെ പ്രവർത്തികൾ അഴിഞ്ഞു പോകുക. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാന മനുഷ്യപുത്രൻ വന്നതെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിച്ചോ, ആത്മാവിൽ ചില പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, ഈ ദൂതുകളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വീടുകൾക്കകത്തിന്ന് ഇരുട്ടിന്റെ പ്രവർത്തികളെ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ചോണം കേട്ടോ. സാക്ഷ്യം വരാൻ പോകും. നിങ്ങൾക്ക് ടെസ്റ്റ് മണി വരാൻ പോവുക. അല്ലേല, നിങ്ങൾ ഈ മീറ്റിംഗ് മുഴുവൻ കർത്താവിനോട് പറഞ്ഞാണ്, കർത്താവെ ടെസ്റ്റ് മണി എനിക്ക് വരാൻ പോവുക. നിങ്ങൾ എന്തു പറയുന്നു അതാ സംഭവിക്കാൻ പോകുന്നത്. ടെസ്റ്റ് മണി വരെ നിങ്ങൾ വിശ്വസിച്ചോണം. വേറെ ആര് വിശ്വസിക്കും? ഈ വിശ്വാസം എല്ലാവരെ കൊണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റത്തില്ല. ദൈവം സംസാരിക്കും. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇൻവിറ്റേഷൻ ആണ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം. സ്തോത്രം. അജയ് ബ്രദർ വന്നിട്ട് ഹല്ലേലൂയ, ഞാൻ അജയ് ബ്രദറെ മീറ്റിംഗിന് വിളിച്ചു, ബീന സിസ്റ്ററെ മീറ്റിംഗിന് വിളിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ഹല്ലേലൂയ സ്തോത്രം വീട്ടിൽ നടക്കുന്ന വിവാഹത്തിന് വേണ്ടി വിളിച്ചു, ഇൻവിറ്റേഷൻ കൊടുത്തു. സ്തോത്രം. അജയ് ബ്രദർ വന്ന് ഭക്ഷണം കഴിച്ചു, ബീന സിസ്റ്റർ കഴിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. അജയ് ബ്രദറിന് എത്ര പറഞ്ഞാലും ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ബീന സിസ്റ്റർ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. നല്ല ഭക്ഷണമായിരുന്നു, പക്ഷെ മനസ്സിലാകത്തില്ല. ഇന്ന് പകൽക്കാലം യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. സ്തോത്രം. ഈ പകൽ കർത്താവിനോട് പറ, കർത്താവേ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് രുചിച്ചറിയത്തക്ക നിലവാരത്തിലുള്ള ടെസ്റ്റ് മണിയെ ഇന്ന് പകൽക്കാലം എന്റെ ലൈഫിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ടെസ്റ്റ് മണിയുടെ ഒരു സെഷനിനകത്ത് ഉണ്ടാകാൻ പോവാ.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബീന സിസ്റ്ററെ, കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്തിൽ ടെസ്റ്റ് മണിക്ക് വേണ്ടി ഒരു സെഷൻ ദൈവം തരാൻ പോകും കേട്ടോ. ടെസ്റ്റ് മണിക്ക് വേണ്ടി ഒരു സെഷൻ ദൈവം തരാൻ പോവുകയാണ്. ടെസ്റ്റ് മണിയുടെ സെഷനുകൾ. സ്തോത്രം. ടെസ്റ്റ് മണിയുടെ സെഷനുകൾ. സ്തോത്രം, സ്തോത്രം. രണ്ടാമത് കർത്താവിനോട് പറയുന്നു, സ്തോത്രം, ഈ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രത്യേക ഡെലിവറൻസ് സെഷനുകൾ നിങ്ങൾ ക്രമീകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ക്രമീകരിച്ചിരിക്കുന്നത് പോലെ പ്രത്യേക ഡെലിവറൻസ് സെഷനുകൾ ക്രമീകരിക്കാൻ പോവുകയാണ് നിങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഡെലിവറൻസിന് വേണ്ടി പ്രത്യേക സെഷൻ, അതിന് നിങ്ങൾ പേരിട്ട് സെഷനുകൾ നടത്താൻ പോകുക. പേരിട്ട് കർത്താവിനോട് പറയുന്നു, അത് നോട്ട് ചെയ്ത് വെച്ചു, അങ്ങനെ നിങ്ങൾ ചെയ്തു. കർത്താവിനോട് പറയുന്നു, പേരിട്ട് ചില ഡെലിവറൻസ് സെഷനുകൾ ചെയ്യാൻ പോവുക. എന്താണോ നിങ്ങൾ പേരിടുന്നത് അത് പേരായി തീരാൻ പോവുകയാണ്. സിസ്റ്ററെ, ഇങ്ങനെ കർത്താവിനോട് ദൂത് പറയുന്നു, ആദം പേരിട്ട സകലത്തിനും അത് പേരായി തീർന്നു. ആദം പേരിട്ട സകലത്തിനും അത് പേരായി തീർന്നു. കർത്താവിനോട് പറയുന്നു, എന്താണോ നിങ്ങൾ പേരിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അത് ദൈവം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പോവുകയാണ്. അത് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പോകും. എന്നോട് എന്തോ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നു, സ്വോത്രം, ടെസ്റ്റ് മണിക്ക് വേണ്ടി ഒരു സെഷൻ നിങ്ങൾ, സ്വോത്രം, നിങ്ങളുടെ മീറ്റിംഗ് മാറ്റി വെക്കാൻ പോകുക. ടെസ്റ്റ് മണിയുടെ സെഷൻസ്. സ്വോത്രം, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അനേകർക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വാക്കിലോ 2 വാക്കിലോ പറയാൻ പറ്റാത്തതുപോലെ ടെസ്റ്റ് മണികൾ ദൈവം ചെയ്യാൻ പോകും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് മണികൾ കർത്താവിന്റെ ദാസിക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റ് മണികൾ പറയാതെ മിണ്ടാതിരിക്കരുത്. നിങ്ങളുടെ ടെസ്റ്റ് മണികൾ അയച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ടെസ്റ്റ് മണികൾ വരാൻ പോകുന്നു. ഭയങ്കര ടെസ്റ്റ് മണികൾ വരാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഭയങ്കര ടെസ്റ്റ് മണികൾ യേശുവിന്റെ നാമത്തിൽ. ടെസ്റ്റ് മണികൾ വരാൻ പോകുന്നു. കർത്താവിനോട് പറയുന്നു, ടെസ്റ്റ് മണികൾ ഇപ്പോൾ ഓപ്പൺ ആകുന്നു. ചിലരുടെ വീടുകൾക്കകത്ത് നാളുകളായി നിന്റെ നാവ് കൊണ്ട് ഒരു ടെസ്റ്റ് മണി എടുക്കരുതെന്ന് പറഞ്ഞ് അടച്ചു വെച്ചിരിക്കുന്ന മേഖലകളെ, ഹല്ലേലൂയ, സ്തോത്രം, അടച്ചു വെച്ചിരിക്കുന്ന മേഖലകൾ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, ആ ലേബലുകളെ ദൈവം പൊട്ടിക്കുക. ആ ലേബലുകളെ ദൈവം പൊട്ടിക്കുക. സ്തോത്രം. ഷൈനി ജോർജ് വിശ്വസിച്ചോ, ആ ലേബലുകളെ, ചില ലേബലുകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പൊട്ടിച്ചു കളയുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാമ നാസി ഹത്തര ജാതി ക്രബടകരക്ഷി റമനം തബല ചബദ പ്രവിട കക്ഷത്തീമന പ്രബൽ പ്രവിട റമാനഗതി പ്രവിടക ദീപന വെടകസ്തിയ രകൽ കെട്ടിയ രമഷുടിയ രകൽ കെട്ടിയ. നിന്റെ വീടിനകത്ത് എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ചില നിന്ദകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റുക. ചില നിന്ദകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റുക. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചോ, വിശ്വസിച്ചോ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, അവിശ്വസിച്ചവർ ഉൾപ്പെടെ വിശ്വസിക്കും. അവിശ്വസിച്ചവർ ഉൾപ്പെടെ വിശ്വസിക്കാൻ പോകുക. സ്തോത്രം. മീര ഉല്ലാസ് വിശ്വസിച്ച, അവിശ്വസിച്ചവർ ഉൾപ്പെടെ വിശ്വസിക്കാൻ പോകുക. ഞാൻ ഇത് ഊത് പറയുമ്പോഴേ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോഴേ എല്ലാവരും സന്തോഷിച്ചു, പക്ഷെ ആ വീടിനകത്ത് സന്തോഷിക്കാൻ പറ്റാതെ ഒരു വ്യക്തി കിടപ്പുണ്ട്. സ്തോത്രം. ആരാന്നറിയോ? സ്തോത്രം, ഹല്ലേലൂയ, എലിശബത്തിന്റെ ഭർത്താവ് സെക്കരിയ പുരോഹിതൻ. കാര്യം എന്താണെന്നറിയോ? പുള്ളിയോട് ദൂത് പറഞ്ഞപ്പോൾ പുള്ളി അവിശ്വസിച്ചു. മനസ്സിലായേ? പുള്ളി സാഹചര്യം നോക്കി അവിശ്വസിച്ചു. എങ്ങനെ നടക്കും? പുള്ളി പുരോഹിതനൊക്കെയാ, കാര്യം ശരിയാ, പക്ഷെ എന്ത് സംഭവിച്ചു? അവിശ്വസിച്ചു. പക്ഷെ ഇന്ന് പകൽ ഞാൻ ദൂത് കൈമാറാം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. സാഹചര്യമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. അവൻ പറഞ്ഞതാണെങ്കിൽ ഊവെന്നാണെങ്കിൽ ഊവെന്നാണ്. സ്തോത്രം. ആ വീടിനകത്തിൽ ദൂത് നിവർത്തീകരിച്ചിട്ടും ഒരു മനുഷ്യന് സന്തോഷമില്ല. ഒരു മനുഷ്യൻ ആ ദൂതിന്റെ സന്തോഷത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞിന് പേരിടേണ്ട സമയം നാട്ടുകാർ സന്തോഷിക്കുക, ഹല്ലേലൂയ, വീട്ടുകാർ സന്തോഷിക്കുക. പക്ഷേ ഹല്ലേലൂയ, നാട്ടുകാർ അവരെ കുറിച്ച് ടെസ്റ്റ് മണി പറയുക. പക്ഷേ അവിശ്വസിച്ച്, വീടിനകത്തിൽ തന്നെ അവിശ്വസിച്ച ഒരാൾക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ആ ടെസ്റ്റ് മണി പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് അങ്ങനെ അവിടെ വിട്ടിട്ട് പോവുകയല്ല. സ്തോത്രം. അദ്ദേഹത്തിനോട് പറഞ്ഞു, പേരെന്താ ഇടേണ്ടത്? ഹല്ലേലൂയ. എഴുത്തുപല കൊണ്ടെന്ന് അദ്ദേഹം അതിനകത്തിലേക്ക് എഴുതുകയും യോഹന്നാൻ എന്ന് പേരെഴുതുകയും, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ നാവ് തുറന്നു. എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടികിട്ടി? എന്റെ ബിജു ബ്രദറെ വിശ്വസിച്ചോ? ദൂതിന്റെ ആഴം എത്ര പേർക്ക് പിടികിട്ടി? സ്തോത്രം. നടക്കത്തില്ലെന്ന് പറഞ്ഞവന്റെ വാവുണ്ട്. നടക്കത്തില്ലെന്നതിന്റെ വാവുണ്ട്. ദൈവം, സ്തോത്രം, ചെയ്ത അത്ഭുതത്തെ അവൻ പറയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല എന്താ ദൈവാത്മാവ് ഇങ്ങനെ ഈ ഭാഗത്തെ കൊണ്ടുവന്നെന്ന് എനിക്കറിയത്തില്ല. അവൻ പറയാൻ തുടങ്ങി. അവന്റെ നാവിനെ തുറന്നു. ചില നാവുകളെ ദൈവം തുറക്കാൻ പോകുക, അത്ഭുതം പറയാൻ. ഓ, ചില നാവുകളെ, അവിശ്വസിച്ചുകൊണ്ടിരുന്ന ചില നാവുകളെ
ഇന്നിപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ഈ പദം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഈ പദം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. സ്തോത്രം. എന്നോട് ശക്തമായിട്ട് ദൈവം പറയുന്നു, അവിശ്വസിച്ച പലരുടെയും നാവുകളെ, യെസ്, സാക്ഷ്യം പറയാൻ ദൈവം തുറക്കാൻ പോവാ. സാക്ഷ്യം പറയാൻ ദൈവം തുറക്കാൻ പോവാ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇത് പറയുമ്പോ ഈ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ ഭയങ്കര ഒരു ദൂത് വെളിപ്പെട്ട് വരുന്നുണ്ട്. സ്തോത്രം. ഈ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തില് സ്തോത്രം. ബിനസിസ്രേ ഹല്ലേലൂയ. ഈ സെക്കരിയാവ് എന്ന് പറയുന്ന മഹാപുരോഹിതന് ഒത്തിരി പാരമ്പര്യം പറയാനുണ്ട്. പക്ഷെ ദൂത് വിശ്വസിക്കാൻ പറ്റത്തില്ല പുള്ളിക്ക്. പാരമ്പര്യത്തിനകത്ത് ദൂത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതേ ദൂതൻ പുള്ളിയുടെ വായടച്ചിട്ട് എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ ഇവിടെ നിന്നോ, നിന്റെ വായടച്ചിരിക്കുക. സ്തോത്രം. പക്ഷേ അതേ ദൂതൻ തന്നെ മറിയെടുക്കലോട്ട് വരിക. മറിയക്ക് പാരമ്പര്യം ഒന്നും പറയാനില്ല. സ്തോത്രം. ദൂത് അവളോട് കൈമാറുക. ചരിത്രത്തിന്റെ ദൂത്, നാളുകളെ എല്ലാവരും കാത്തിരുന്ന ദൂത്. ബിനസിസ്റ്റർ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരിക ദൈവം ഇന്ന് പകൽക്കാലം. ഒരു ഇൻവിറ്റേഷൻ തരിക. സ്തോത്രം. ഒരു ഇൻവിറ്റേഷൻ നിങ്ങളുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ തരിക. ഒത്തിരി പേർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ചരിത്രമാകേണ്ട ദൂത് മറിയുടെ കയ്യിലോട്ട് ദൈവം കൊണ്ട് കൊടുക്കുക. സ്തോത്രം. മറിയുടെ കയ്യിലോട്ട് കൊടുക്കുക. മറിയ പറയുക, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് സംഭവിക്കട്ടെ. റിസ്ക് ഉണ്ടോ? ബിനസിസ്റ്റർ റിസ്ക് ഉണ്ട്. പക്ഷെ ദൂതിന് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ റിസ്ക് മുഴുവൻ കർത്താവ് നോക്കിക്കോളൂ. നിങ്ങൾക്ക് പിടികിട്ടി? എത്ര പേർക്ക് പിടികിട്ടി? റിസ്ക് ഉണ്ട്. ഈ ദൂതിന് ആമേൻ പറയണമെങ്കിൽ മറിയ റിസ്ക് ഉണ്ട്. ലോകപ്രകാരം നോക്കിയ ലോകാപവാദം, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും, ഒത്തിരി റിസ്കാ. പക്ഷെ പ്രാർത്ഥനാ മുറിയിൽ അവളുടെ റൂമിനകത്തിൽ ദൂതൻ ഇറങ്ങി പറയുന്ന ദൂതിനെ പുറത്തുള്ള യാതൊരു റിസ്ക്കും നോക്കാതെ അവൾ ആമേൻ പറയാൻ തയ്യാറായപ്പോൾ ആ ദൂതിന്റെ വിടുതൽ അവളിൽ കൂടെ വെളിപ്പെടുകയും അവൾക്ക് വേണ്ട മുഴുവൻ കരുതലുകളെയും സ്വർഗം പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. റിസ്ക് എടുത്ത് നീ ഇന്ന് പകൽക്കാലം ചില ദൂതുകൾക്ക് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ, അല്ലേ, അവൾ യോസഫിനെ തപ്പിപ്പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ അച്ഛൻ യോസഫിനോടൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറയാൻ, നടക്കത്തില്ല കുഞ്ഞെ, നടക്കത്തില്ല. ചില വിഷയത്തിനകത്തില്ലേ നമ്മൾ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്തെങ്കിലേ ചിലത് നടക്കത്തുള്ളൂ. എന്റെ മമ്മി സ്നാനപ്പെട്ടപ്പോ പപ്പ സമ്മതിക്കത്തില്ലായിരുന്നു. പപ്പ അറിഞ്ഞ നടക്കത്തില്ല. പുള്ളിക്കാരൻ തുണിയൊക്കെ എടുത്ത് പാസ്റ്ററോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. പുള്ളി സമ്മതിക്കാതിരിക്കുക. രക്ഷ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അച്ഛനല്ല എന്റെ വിഷയം. എന്റെ വിഷയം കർത്താവാ. എന്റെ വിഷയം കർത്താവാ. പുള്ളിക്കാരത്തിൽ പോയി സ്നാനപ്പെട്ടു. സ്തോത്രം. വന്നു. അച്ചായന് വേണ്ടിയും കൂടുതൽ, ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഈ അനുഭവം പറഞ്ഞത്, അച്ചായന് വേണ്ടിയും കൂടെ ഉള്ളത്, വീടിന് വേണ്ടിയും കൂടെ ഉള്ളത് മൊത്തം ദൈവം പ്രൊവിഷനായി തുറന്നു. ഇന്ന് അച്ചായൻ അനുഭവിക്കുന്ന നന്മ മുഴുവൻ ഉണ്ടല്ലോ. സ്തോത്രം. ആ അമ്മയും മോനും കൂടെ സ്നാനപ്പെട്ടതിന്റെ ഫലമാ. പിടികിട്ടിയോ നിങ്ങൾക്ക്? പിടികിട്ടിയോ? ചിലർക്ക് പിടികിട്ടി ഇന്ന് പാൽക്കാലം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ, പക്ഷേ തണ്ടിന്മേൽ കത്തി നിൽക്കേണ്ട വെളിച്ചമാകുന്ന നിങ്ങൾ പറയിൻ കീഴിൽ പോയി ഇരിക്കരുത്. കട്ടിലിന്റെ കീഴിൽ, എന്തോ എനിക്കറിയത്തില്ല ഈ ദൂത് ഇങ്ങനെ വരാൻ കാര്യം. കട്ടിലിന്റെ കീഴിൽ പോയി ഇരിക്കരുത്. കട്ടിലിന്റെ കീഴിലും എന്നെ പല ആൾക്കാരും വിളിക്കുമ്പോൾ, എന്നെ ഒരു 2-3 കോളുകൾ വന്നപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ ഞാൻ സ്നാനപ്പെട്ടതാ, പക്ഷെ എന്റെ അച്ഛൻ അറിയത്തില്ല, ഞാൻ എങ്ങും മിണ്ടാതിരിക്കുക. എന്റെ അച്ചായനും അവരെല്ലാം വിശ്വാസി പറഞ്ഞ. സ്തോത്രം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വെളിച്ചം നിങ്ങൾ തന്നെ സ്തോത്രം ഒതുക്കി വെക്കുക അല്ലേ? നിങ്ങൾക്ക് വെളിച്ചമുണ്ട്, പക്ഷെ നിങ്ങളുടെ വീടിന്റെ വെളിച്ചവും ഇത് തണ്ടിന്മേൽ നിന്നെങ്കിലേ വീടിന് വെളിച്ചമാകത്തുള്ളൂ. ഇത് പറയിൻ കീഴല്ല വെക്കേണ്ടത്, കട്ടിലിന്റെ കീഴല്ല വെക്കേണ്ടത്. സ്തോത്രം. റിസ്ക് ഉണ്ട്, റിസ്ക് ഉണ്ട്. പക്ഷെ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, പലർക്ക് റിസ്ക് എടുക്കാൻ വയ്യ ജയബ്രദറെ. എന്റെ അമ്മയെ സ്നാനപ്പെട്ടിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സ്തോത്രം ചർച്ചിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് വേണമെങ്കിൽ ഒളിച്ചു വെക്കാമായിരുന്നു. പബ്ലിക്കായിട്ട് ചർച്ചിൽ പോകാൻ തുടങ്ങി. ഭയങ്കര പ്രതികൂലങ്ങൾ വന്നു. എൻ്റെ പപ്പ മമ്മിയെ എങ്ങനെയൊക്കെ അടിക്കാവോ അങ്ങനെയൊക്കെ അടിച്ചു.
പക്ഷെ ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന എല്ലാ നന്മയും ഞങ്ങൾ സ്നാനപ്പെട്ടതുകൊണ്ടാ. സ്വർഗം തുറന്ന പ്രൊവിഷനാ, മറച്ചു വെച്ചില്ല രക്ഷേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളെക്കുറിച്ച് ടെസ്റ്റ് മണി മറ്റുള്ളവർ പറയണോ? ആര് പറയുമെന്നാ പറഞ്ഞത്? നമ്മള് ജാതികൾ. അപ്പോ അടിച്ചത് നാട്ടുകാർ കണ്ടു, സ്നാനപ്പെട്ടത് നാട്ടുകാർ കണ്ടു. സ്തോത്രം. സ്നാനപ്പെട്ടതിന് വേണ്ടിയും കർത്താവിന് വേണ്ടി നിന്നതിന് വേണ്ടിയുള്ള പ്രതിസന്ധി മുഴുവൻ നാട്ടുകാർ കണ്ടു. കൈകൊട്ടി ചിരിച്ചു. എന്താകുമെന്ന് കാണാം. അപ്പൊ വീടൊക്കെ വമ്പം പ്രതിസന്ധിയില്ല, മനസ്സിലായി? പിന്നെ ഇപ്പൊ സ്നാനപ്പെട്ടിട്ട് ഇനിയും അതിനോട് കണക്ട് ചെയ്ത് എന്റെ കൂടെ ഒരു സാക്ഷ്യം പറയാം. ഞാൻ അബുദാബിയിലായിരുന്ന, അബുദാബി വന്നിട്ട് ഞാൻ സ്നാനപ്പെട്ടത്. അന്ന് സ്നാനപ്പെട്ടപ്പോൾ ഞാൻ 10 പേരുള്ള റൂമിലാണ് താമസിക്കുന്നത്. സ്വത്രം. റൂമിൽ ഭക്ഷണം തരാതെ ഇറക്കി വിട്ടിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോയതിന്റെ പേരിൽ. എനിക്കന്ന് കുക്ക് ചെയ്യാൻ അറിയത്തില്ല, കൂട്ടമെസ്സ ആൾക്കാരുടെ കൂടെ കുക്ക് ചെയ്യുന്നത്. അവര് പറഞ്ഞു, നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണവും തരാൻ പറ്റത്തില്ല. ഭക്ഷണം തരാതെ ഇറക്കി വിട്ടു. സ്തോത്രം. ചർച്ചയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമായിരുന്നു എന്റെ ആശ്വാസം. അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ബാച്ചിലറാ. എന്റെ സ്ഥിതി എന്താകുമെന്ന് എല്ലാവരും നോക്കി. അവർ വിചാരിച്ച് എന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ എന്റെ വെളിച്ചത്തെ ഒതുക്കി വെച്ചില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി, ഞാൻ തിരിച്ചു വരും. പ്രാർത്ഥനയ്ക്ക് പോയി. ആഹാരമില്ലാതെ പല ദിവസങ്ങളിൽ എവിടുന്നെങ്കിലുമൊക്കെ സഹോദരന്മാർ തന്ന ആഹാരം കഴിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, ഭക്ഷണമില്ലെന്ന് പറഞ്ഞ് എന്നെ തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട്. എനിക്ക് വെക്കാനും അറിയത്തില്ല. പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ആ ചർച്ചിൽ അന്നുള്ള ഒരു ഫാമിലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വത്രം, അന്ന് ഞാൻ ദൈവദാസനൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നു മാത്രമേ ഉള്ളൂ. സ്വത്രം എന്നോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ വരണം പ്രാർത്ഥിക്കാൻ. എല്ലാ ദിവസവും ഇവർ വന്ന് കാറിൽ എന്നെ വിളിച്ചുകൊണ്ട് പോവാ പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്നിട്ട് എല്ലാ ദിവസവും സൂപ്പർ ഫാമിലി ഫുഡ് എനിക്ക് എന്നിട്ട് എന്നെ കൊണ്ടുവിടും രാത്രിയിൽ. പ്രൊവിഷൻ തുറക്കുവോ? വില കൊടുക്കാവോ? അടുത്തത് നിങ്ങൾ കേട്ടോ, സാക്ഷിയാകണോ? ജാതികൾ പറയണോ? 2010 ആ കാലഘട്ടത്തിൽ 10-11 ഞാൻ അബുദാബിയിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്റെ റൂമിൽ 10 പേരാ താമസിക്കുന്നത്. ഈ 10 പേര് എനിക്കറിയത്തില്ല എന്തോ, ഞാൻ ഇങ്ങനെ പറയാനോ ടെസ്റ്റ് മണി പറയാനോ, ഞാൻ ഈ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞത് ഒത്തിരി നാളായി. ടെസ്റ്റ് മണി ഒന്നും പറയാൻ നിന്നല്ല. സ്വത്ര 10 പേര് താമസിക്കുന്നു. ആ താമസിക്കുന്ന ആൾക്കാര് ഓരോരുത്തരും ചർച്ച വരത്തില്ല. ഞാൻ ഓർത്തഡോക്സിൽ നിന്ന് വന്നിട്ട് അവിടെ ചർച്ചയിൽ പോവാം. അതിനകത്തില് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവര് കളിയാക്കാനും നിന്ദിക്കാനും പോയി. എന്നോട് പറഞ്ഞു, നിനക്ക് എത്ര രൂപ കിട്ടിയടാ? സ്തോത്രം. നിനക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടി. എന്നും നിന്നെയും പരിഹാസവും കളിയാക്കലും മാത്രം. സ്തോത്രം. പക്ഷേ ഞാൻ അതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, സ്തോത്രം, അന്ന് അവിടെ ഉണ്ടായിരുന്ന 1-2 പേര് ഇന്ന് ഈ അലൈനില്, സ്തോത്രം, മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ കമ്പനിയിലേക്ക് വന്നു. മറ്റൊരു കമ്പനി വന്നിട്ട് ഇവിടെ വന്നു. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് എന്നെ കണ്ടു. സ്തോത്രം. അപ്രതീക്ഷിതമായി കണ്ടതാ. അവരൊക്കെ എന്നോട് പറഞ്ഞു ഒരു ടെസ്റ്റ് മണി ഞാൻ പറയാം. എടാ, നീ അന്ന് പ്രാർത്ഥിക്കാൻ പോയതിന്റെ ഇന്ന് കാണുന്ന മുഴുവൻ നന്മ പിടികിട്ടിയോ? അവരൊക്കെ ഇന്നും അങ്ങനെ കിടക്കുക. പക്ഷെ ദൈവം ഇന്ന് എന്നെ ഇവിടെ കുടുംബമായിട്ട് സെറ്റിൽ ചെയ്യിപ്പിച്ചു. അന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലാതിരുന്ന ഞാന് ഇന്ന് ഒത്തിരി പേർക്ക് ഈ വീട്ടിൽ ആഹാരം കൊടുക്കുക. ഒത്തിരി ദൈവദാസന്മാർ പാർക്കുന്ന ഒരു ഭവനമായി എന്റെ ഭവനം മാറി. ഡെയിലി ദൈവദാസന്മാരെവിടെ? നിന്റെ വെളിച്ചം ഇരുളാകണോ അതോ വെളിച്ചമായി നിൽക്കണോ? നിങ്ങൾക്ക് നിങ്ങളുടെ വെളിച്ചത്തെ ഒതുക്കി എവിടെങ്കിലും കൊണ്ടുവച്ചാൽ കർത്താവിന് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷേ നാട്ടുകാരും വീട്ടുകാരും എല്ലാം എൻ്റെ വീടിനെ നോക്കിയിട്ട് പറയാൻ തുടങ്ങി, കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് ആ വീട് രക്ഷപ്പെട്ടു. എൻ്റെ കൂടെ എൻ്റെ സെയിം ബാച്ച്മേറ്റായി എൻ്റെ ചുറ്റുപാടുമുള്ള മുഴുവൻ പേരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ആ ദേശത്ത് തകർന്നപ്പോൾ, സ്തോത്രം, എൻ്റെ വീടിനെ ദൈവം ദേശത്തിന്റെ നടുവിൽ തല ഉയർത്തി നിർത്തി. കുഞ്ഞെ, കർത്താവിന് വേണ്ടി ആമേൻ പറയുന്നതിന് റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കാൻ തയ്യാർ. മറിയേ, ആമേൻ പറയുന്നതിന് റിസ്ക് ഉണ്ട്. പക്ഷേ റിസ്ക് എടുത്ത് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ പ്രൊവിഷൻസ് സ്വർഗമാ പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര പേർക്ക് പിടികിട്ടി? സ്വർഗം പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും. നീ യോസഫിനെ തപ്പിപ്പോകണ്ട, യോസഫ് നിന്നെ തപ്പി ഇങ്ങോട്ട് വരും. സ്തോത്രം. യോസഫ് നിന്നെ തപ്പി ഇങ്ങോട്ട് വരും. സ്തോത്രം. നിനക്കാരും ലോകാപാതം വരുത്താൻ ഇടയാക്കത്തില്ല.
യോസഫ് ഒരു ആട്ടിൻകുട്ടിയെ പോലെ നീ പറയുന്നത് അനുസരിച്ച് നിന്റെ കൂടെ നിൽക്കും. സ്തോത്രം. നീ സ്വർഗത്തിന്റെ ദൂതിന് ആമേൻ പറഞ്ഞാൽ മതി. നീ സ്വർഗത്തിന്റെ ദൂതിന് ആമേൻ പറഞ്ഞാൽ മതി. തീർന്നില്ല. ആ കാലഘട്ടത്തിന്റെ മഹാപുരോഹിതൻ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവനോടൊരു ദൂത് കിടപ്പുണ്ട്. സ്തോത്രം. കർത്താവിന്റെ മശിയെ കാണാതെ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഈ കുഞ്ഞുമായിട്ട്, സ്തോത്രം, ദൈവത്തിന്റെ പ്രൊവിഷനായി പറയുന്നത്, ഈ കുഞ്ഞുമായിട്ട് മറിയ ആലയത്തിലേക്ക് വരുമ്പോൾ അവരുടെ കസ്റ്റം അനുസരിച്ച് ആലയത്തിനകത്തിൽ വരുമ്പോൾ അപ്പന്റെ പേര് പറയണം. ആലയത്തിനകത്ത് വരുമ്പോ നിമിസിസ്റ്റെ അപ്പന്റെ പേര് പറയണം. മറിയ എന്തോ പേര് പറയും. യോസഫ് എന്ന് പറയാൻ പറ്റത്തില്ല. അടുത്തത് ദൈവം തന്നെയെന്ന് പറയാൻ പറ്റുമോ? ഇത് രണ്ടും പറയാൻ പറ്റത്തില്ല. ആലയത്തിനകത്തിൽ മറിയ എന്തോ പറയും. സ്തോത്രം. പ്രൊവിഷൻ വെളിപ്പെടുന്ന ഞാൻ പറയാൻ പോകുന്നത്. തിരുവചനം ഇങ്ങനെ പറയുന്നു, ആ മനുഷ്യൻ ആത്മനിയോഗത്തോട് ആലയത്തിലേക്ക് വന്നു. ഓ, എത്ര പേർക്ക് പിടികിട്ടും? ആത്മനിയോഗത്തോട് ആലയത്തിലേക്ക് വന്നു ശിമയോൻ. തിരുവചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആത്മനിയോഗത്തോട് ആലയത്തിലേക്ക് വന്നു. ആലയത്തിലേക്ക് വന്നിട്ട് ആ കുഞ്ഞിനെ ഒന്നും മറിയ പറയാൻ സമ്മതിക്കാതെ കയ്യിലോട്ട് എടുത്തിട്ട് പറഞ്ഞു, നാദാ, സ്തോത്രം, ഹല്ലേലൂയ, ഇപ്പോൾ നിവർത്തി എന്നെ സമാധാനത്തോട് വിട്ടയക്കാം. പ്രൊവിഷൻ വെളിപ്പെടുന്നുണ്ടോ? ചിന്തിക്കാത്ത പ്രൊവിഷൻ വെളിപ്പെടുന്നുണ്ടോ? പിടികിട്ടിയോ? പിടികിട്ടുന്നവർ ആമേൻ പറഞ്ഞു. ഇങ്ങനൊക്കെ വേണോ? റിസ്ക് എടുത്ത് ആമേൻ പറയാമോ? സ്തോത്രം. നിനക്ക് വേണ്ടി പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. നിന്റെ ആമേനകത്ത് പ്രൊവിഷൻ മുഴുവൻ സ്വർഗത്തിൽ നിന്നായിരിക്കും. സ്തോത്രം. തീർന്നില്ല. സ്തോത്രം. അവരുടെ കസ്റ്റം അനുസരിച്ച്, സ്തോത്രം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, യഹൂദിന്റെ കൾച്ചർ അനുസരിച്ച് പാട്ടുകാരെയും PP-ക്കാരെയും ഒക്കെ വിളിച്ച് പാട്ട് പാടണം. സ്തോത്രം. മറിയയ്ക്കും യോസഫിനും അതിനുള്ള സാഹചര്യമില്ല. ആട്ടിൻ തൊഴുത്തി കുഞ്ഞു പിറക്കുന്നു. പക്ഷേ സ്വർഗ ആമേൻ പറഞ്ഞ മറിയെ സ്വർഗം വിട്ടില്ല കേട്ടോ. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ ഇറക്കി പാട്ട് പാടിച്ചു കൊടുത്തു. പകൽക്കാലം, ഹല്ലേലൂയ, ചില ദൂതിന് നീ റിസ്ക് എടുത്ത് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ ആരും നിന്റെ കൂടെ കാണത്തില്ല. പക്ഷേ സ്വർഗത്തിന്റെ മുഴുവൻ പ്രൊവിഷൻസ് നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ചില ദൂതുകൾക്ക് നീ ആമേൻ പറഞ്ഞു, റിസ്ക് എടുത്ത് ആമേൻ പറഞ്ഞു, സ്വർഗം ചിലത് നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയ ആരും കണ്ടിട്ടില്ലാത്തത്, ആരും കേട്ടിട്ടില്ലാത്തത്, ആരും ചിന്തിച്ചിട്ടില്ലാത്തത്, ചിന്തിക്കാത്ത വഴികൾക്കകത്തിൽ കൂടി സ്വർഗം ചിലത് പ്രൊവൈഡ് ചെയ്യാൻ പോകുക. ഭയങ്കരമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുക ചിലർക്ക് വേണ്ടി. ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞു, കർത്താവേ, ലോകം എന്തോ പറയുന്നത് എന്റെ വിഷയമല്ല, ഞാൻ ആമേൻ പറയുകയാണ്. സ്വർഗം എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോകുക. സ്വർഗം എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോകുക. ആമേൻ പറയാൻ. ദൈവത്തെ നിങ്ങൾ മുൻനിർത്തി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, ദൈവം അത്ഭുതം ചെയ്യും. ദൈവം അത്ഭുതം ചെയ്യും. റിസ്ക് എടുത്ത് പറയാൻ തയ്യാറാണോ? അത്ഭുതം ചെയ്യും. കള്ളം പറയരുത്, സത്യം പറ, റിസ്ക് എടുത്ത് പറ, അത്ഭുതം ചെയ്യും. സ്തോത്രം. എനിക്കറിയത്തില്ല, ഒരു ടെസ്റ്റ് മണി കൂടെ പറയാൻ അങ്ങ് ഭയങ്കരമായിട്ട് ദൈവം പ്രേരിപ്പിക്കുന്ന തന്നെ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഈ ടെസ്റ്റ് മണി തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. അതുകൊണ്ട് നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. സ്തോത്രം. ഞാൻ വിവാഹത്തോടുള്ള ബന്ധത്തില് പെണ്ണ് കാണാൻ വേണ്ടി പോയി. സ്തോത്രം. ഇപ്പൊ എന്റെ വൈഫായിരിക്കുന്ന ഷൈനിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അന്ന് ഫാമിലി വിസ ഇല്ല, ഒരു സെറ്റപ്പും ഇല്ല, ഒരു ചെറിയ സാലറി, ഇങ്ങനെ നിൽക്കുക. സ്തോത്രം. ഷൈനു BSc നേഴ്സാ. അപ്പൊ എന്നോട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞു. അത് വലിയൊരു ടെസ്റ്റ് പണി. ഞാനത് ചുരുക്കി ഒരു വാക്ക് മാത്രം പറയാനാണ് ഈ പറയുന്നത്. സ്തോത്രം. എന്നോട് ആൾക്കാർ പറഞ്ഞു, എടാ, BSc നേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോലെ ഒരുത്തനൊക്കെ കിട്ടുമോ? സ്തോത്രം. ഞാനൊന്ന് ചെറിയ സാലറിയിൽ ചെറിയൊരു ലെവലിൽ വർക്ക് ചെയ്യുന്ന നിനക്ക് കിട്ടുമോ? സ്തോത്രം. ഞാന്, സ്തോത്രം, ഷൈൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഫാമിലി സ്റ്റാറ്റസ് ഇല്ല, എനിക്ക് യാതൊരു സാധ്യതയും ഇല്ല, എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാ. അടുത്തത് നിങ്ങൾ കേട്ടോണേ. ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമാണ്. അവൻ നാളെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നീ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു. എടാ, റിസ്ക് എടുക്കാൻ തയ്യാറാണോ? ഇതൊക്കെ ആർക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്റെ വൈഫ് അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് ഇന്ന് സമാധാനത്തോടെ എന്റെ കൂടെ, ഫാമിലി സ്റ്റാറ്റസ് ഇല്ലാത്തവരുടെ ദൈവം ഫാമിലി സ്റ്റാറ്റസ് കൊടുത്ത്, അവൾ വിവാഹം കഴിഞ്ഞ് എന്റെ കുഞ്ഞ് ജനിച്ച് 6 മാസം ആകുന്നതിന് കുടുംബമായിട്ട് ഈ പട്ടണത്തിൽ നിൽക്കാൻ ദൈവം വഴികൾ തുറന്നു. ഇന്ന് പകൽക്കാലം അവൾ, അന്ന് സ്റ്റാറ്റസ് ഒന്നുമില്ല, ഫാമിലി സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. ഫാമിലി സ്റ്റാറ്റസ് ഉള്ളവനെ അല്ല അവൾ, അല്ലെ, ആമേൻ പറഞ്ഞ് എഗ്രി ചെയ്തത്. അവൾ പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ലൈഫിനകത്തിലും സ്തോത്രം ഇന്നലകൾ ഒന്നുമില്ലായിരുന്നു, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്തോ പറഞ്ഞത്? എനിക്ക് സാധ്യതയില്ല, പക്ഷെ അബ്രഹാം
അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അവൻ എന്റെയും ദൈവമാണ്. എനിക്ക് വേണ്ടി അത്ഭുതം നാളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കും, സാംബാസ് എവിടെയായിരുന്നു സാധ്യത? മോളെ, ഒരു സാധ്യതയില്ലായിരുന്നു. മോനെ, ഒരു സാധ്യതയില്ലായിരുന്നു. ഞാൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ സ്വർഗം അത് കുറിച്ചു വെച്ചിട്ട് എന്നോട് ഹല്ലേലൂയ എനിക്ക് വേണ്ടി സാധ്യതകളെ അവൻ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രൊവൈഡ് ചെയ്യും. പ്രൊവൈഡ് ചെയ്യും. ഞാൻ പറയാം, എന്തോ എനിക്കറിയത്തില്ല, ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യം നിങ്ങളോട് ഇപ്പം പറയാം. സ്തോത്രം. യുദ്ധം നടക്കുക. ഇത് ലൈവ് ഒന്നും പോകുന്നില്ലല്ലോ ബീന സിസ്റ്ററെ. ഓക്കെ, യുദ്ധം നടക്കുക. ഈ നിങ്ങളുടെ വീടിനകത്തിലോട്ട് വിടുതൽ കയറുമെന്ന് പറയാനായി പറയാൻ പോകുന്നത്. യുദ്ധം നടക്കുക. സ്തോത്രം. എനിക്ക് ഈ മാസം ഒരു വലിയ ആവശ്യമുണ്ട്, ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, എങ്ങനാ? പറഞ്ഞു, ദൈവം കരുതും. നിങ്ങൾക്കറിയോ, അത് ചോദിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ യുദ്ധം നടക്കുന്നത് കൊണ്ട് അവരുടെ ഹോസ്പിറ്റലിൽ മാത്രം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വൈഫിന് 2000 ദറംസ് ഇട്ടു കൊടുത്ത അക്കൗണ്ടിൽ. എന്തോ മനസ്സിലായി? ലോകത്തിൽ ക്ഷാമം അടിക്കുമ്പോൾ, ലോകത്തിൽ പ്രതിസന്ധി അടിക്കുമ്പോൾ നിനക്ക് വേണ്ടി അതിനകത്ത് ദൈവത്തിന്റെ കരുതുന്ന പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇന്ന് എനിക്കറിയത്തില്ല എന്തിനാ ബീന സിസ്റ്റർ എന്നെ കൊണ്ട് ഈ ടെസ്റ്റ് മണിയൊക്കെ ദൈവം പറയിപ്പിക്കുന്നതെന്ന്. ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, എവിടെ നമ്മൾ തുടങ്ങിയത്? സാരാപ്തയിൽ ഒരു വിധവ. ലോകം ക്ഷാമം എന്ന് പറയുന്നു, എല്ലാവരും പ്രതിസന്ധി, ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്നു. അവിടെ അവൾ ആമേൻ പറഞ്ഞപ്പോൾ ഒരു പ്രൊവിഷൻ അവിടെ വീടിനകത്തി വെളിപ്പെടുക. സ്തോത്രം. ഇനി നടന്നൊരു ചരിത്രം കൂടെ പറയാം. നിന്റെ വീട്ടിൽ നടക്കും. ഞാനൊരു വിവാഹത്തിന് വേണ്ടി ഒരാഴ്ചത്തേക്ക് എന്റെ നാട്ടിൽ വന്നു. ഒരു വിവാഹത്തിന് വേണ്ടി എനിക്ക് ആ വിവാഹം ഒഴിവാക്കാൻ പറ്റത്തില്ല. അതൊരു പ്രാർത്ഥിച്ച് അതിൻ്റെ ഒരു മറുപടി കിട്ടിയത് കൊണ്ട്, നാട്ടിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഒരു ദൂത് പറഞ്ഞ് അതിൻ്റെ ഒരു മറുപടി കിട്ടിയതുകൊണ്ട് അവരെന്നെ നിർബന്ധിച്ച് ഫസ്റ്റ് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ഒരാഴ്ചത്തെ നാട്ടിലേക്ക് വന്നു. സ്തോത്രം. പക്ഷെ നിങ്ങൾക്കറിയോ, ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഒത്തിരി ഫൈനാൻഷ്യൽ സ്ട്രഗിളുകൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യും. പെട്ടെന്ന് ഞങ്ങളുടെ കമ്പനിയുടെ മാനേജർക്ക് അല്ലെങ്കിൽ ചെയർമാന്, നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ, സ്തോത്രം, യൂസഫ് അലിയുടെ മരുമോന ഷംസീർ വയലിൻ. സ്തോത്രം. അദ്ദേഹത്തിന്റെ ഒരു തോന്നല് ഒരു മീറ്റിംഗ് നടത്തണം. അദ്ദേഹം വലിയ ഗ്രൂപ്പിന്റെ ഒരു വലിയ മീറ്റിംഗ് നടത്തി. എന്നിട്ട് അതിന് ഭയങ്കര പേരൊക്കെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം അവിടെ വന്നിട്ട്, ഒരു പ്രഖ്യാപനം. നിങ്ങൾ നോക്കണേ, ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതുന്നു. ഞാൻ വീട്ടിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നാട്ടിൽ വന്നു, ഭക്തന്മാർക്ക് വേണ്ടി ഒരു കരുതല്. നാട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് അദ്ദേഹം ഒരു പ്രഖ്യാപനം, നിങ്ങൾക്കൊരു സർപ്രൈസ് വരാൻ പോകുന്നു. അവിടെ മീറ്റിംഗ് പുള്ളി പറഞ്ഞതാ, സർപ്രൈസ് വരാൻ പോകുന്നു. സ്വത്ര, അടുത്ത 1 മണിക്കൂറിനകത്തില് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ചെക്ക് ചെയ്തോ. ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരാൻ പോകും നിങ്ങൾക്ക്. അത് ഞാൻ അന്നേരം നാട്ടില. ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കി ഒരു മെസ്സേജ് വരുന്നു, ഒരു സർപ്രൈസ് നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്കിന് സർപ്രൈസ് ആയിട്ട് ഇതേപോലെ അറൗണ്ട് 2000 ദറംസ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. ഇന്ന് വരെ, ഞാൻ 6 വർഷമായി ഈ കമ്പനി വർക്ക് ചെയ്യുന്നു, ഇന്ന് വരെ നടന്നിട്ടില്ലാത്തത് ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് ചെയ്യുമോ ദൈവം? പ്രൊവൈഡ് ചെയ്യുമോ നിങ്ങൾക്ക് വേണ്ടി? ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായി. നിനക്ക് വേണ്ടി എവിടൊക്കെയോ ദൈവത്തിന്റെ പ്രൊവിഷൻസ് ദൈവം തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഇന്ന് പകൽക്കാലം. സാരാപ്തയിലെ വിധവയുടെ പ്രത്യേകത, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്നോട് ഇത് പറയുമ്പോൾ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മോശക്കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ രണ്ടാമത് കർത്താവിനോട് പറഞ്ഞൊരു വെളിപ്പാടായത്. ഈ മോശക്കുഞ്ഞ് നിങ്ങളോടുള്ള ബന്ധം, ഞാൻ ഇവിടെ വന്നിരുന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ല, രണ്ടാമതൊരു വെളിപ്പാട് കർത്താവിനോട് പറയുന്നു. മോശക്കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ദൂത് കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. സെപ്പറേറ്റ് ആർക്കൊക്കെ വേണ്ടി ദൈവം ചെയ്യുന്ന ദൂത ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. മോശക്കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് സ്തോത്രം നോക്കിയിരിക്കുന്ന വ്യക്തികളുടെ മുൻപില്
സ്തോത്രം. സംഭവിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം. 3 മാസം റിസ്ക് എടുത്ത് ആ കുഞ്ഞിനെ അവർ ഒളിപ്പിച്ചു, വിട്ടുകൊടുക്കാതെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ. സ്തോത്രം. ബിജു എന്ന് പറഞ്ഞ ഡിവൈസ് ഇരിക്കുന്ന അച്ഛനോട് കർത്താവ് ശക്തമായിട്ട് പറയുന്നു, ഈ ദിവസങ്ങൾ ചില ദൈവപ്രവൃത്തിയുടെ വിടുതലുകൾ കാണാൻ പോകും. വിശ്വസിച്ചു കേട്ടോ. സ്തോത്രം. വിശ്വസിച്ചു. ഉള്ളിൽ ഇന്ന് പകൽക്കാലം ദൈവം കത്തിക്കുക ചില വിഷയങ്ങളെ, ചില ദൈവപ്രവൃത്തികൾ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ചില വിഷയങ്ങൾക്കകത്തില് സ്റ്റെപ്പ് എടുത്ത് വെച്ച് വീടിനെ നോക്കി ചിലത് വിളിച്ചു പറഞ്ഞു. ചില വലിയ ദൈവപ്രവൃത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകും കേട്ടോ. വലിയ ദൈവപ്രവൃത്തികൾ. ദൈവത്തിന് ചില പദ്ധതി നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ടെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു കേട്ടോ. സ്തോത്രം. വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ ദൈവം കൊണ്ടിരുത്തിയിരിക്കുക ചില ദൈവപ്രവൃത്തികളെ ദൈവം നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട്. അച്ഛൻ, നിങ്ങൾ വിശ്വാസത്തോട് വാ തുറന്ന് ചിലത് വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ചിലർ പൊട്ടൻ എന്ന് വിളിച്ചു പറയും. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുതം, ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുന്നത് പോലെ നടക്കത്തക്ക നിലവാരത്തിൽ അത്ഭുതങ്ങളെ കാണുമെന്ന് പറയാൻ കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 3 മാസം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ച്, റിസ്ക് എടുത്ത് ഒളിപ്പിച്ചു. എനിക്കറിയത്തില്ല, കർത്താവ് ഈ പദം ആവർത്തിച്ച് എന്നോട് പറഞ്ഞു, റിസ്ക് എടുത്ത് നീ ചിലതിനകത്ത് സ്റ്റെപ്പ് വെക്ക്. ദൈവത്തിന്റെ പ്രൊവിഷൻസ് നീ കാണാൻ പോകുക. ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന നീ കാണാൻ പോകുക. ഹല്ലേലൂയ. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പിന്നെ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റാതെ വരുമ്പോൾ ആ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് കൊണ്ടിട്ടു. അടുത്തൊരു പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവന്റെ പെങ്ങൾ, ഹല്ലേലൂയ, ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി നോക്കി തീരത്ത് മാറി നിൽക്കുക. സ്തോത്രം. നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവർ മുമ്പിൽ ദൈവത്തിന്റെ അസാധാരണമായ കരുതലുകൾ നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോകുക. വാഗ്ദത്തമുള്ള ദൈവത്തിനെ നീ വിശ്വസിക്കുക. നീ പോലും ദേശത്ത് മുഴുവൻ, നിങ്ങൾക്ക് പിടികിട്ടിയോ, ദേശത്ത് മുഴുവൻ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ നിയമം നിൽക്കുമ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം, ഒറ്റ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുക. എന്താണെന്നറിയോ? 3 മാസം റിസ്ക് എടുത്തു. ഇനി അവർക്ക് റിസ്ക് എടുക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. ദൈവം റിസ്ക് എടുക്കുക. നീ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഇനിഷ്യൽ സ്റ്റേജ് നീ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ, അതെന്തോ ദൈവാസന ഈ റിസ്ക്? വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുക. അവരുടെ റിസ്ക് എന്തുവായിരുന്നു അറിയോ? സ്തോത്രം. അവരുടെ റിസ്ക് ഈ കുഞ്ഞ് മരിക്കാനുള്ളതല്ല. അവരുടെ പ്രൊഫറ്റിക്കൽ ആക്ട് അവർ ചെയ്തത്. പ്രൊഫറ്റിക്കൽ ആക്ട് പിടികിട്ടുന്നുണ്ടോ? പ്രൊഫറ്റിക്കൽ ആക്ട്. ഞാൻ ഒരു പ്രൊഫറ്റിക്കൽ ആക്ടിനെ കുറിച്ചുകൂടെ പറയാം. പ്രൊഫറ്റിക്കൽ ആക്ടിന്റെ ഒരു കാര്യത്തെ കുറിച്ചുകൂടെ പറയാം. ഇന്ന് പകലിൽ ചിലർ പ്രൊഫറ്റിക്കൽ ആക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെ ചെയ്തു. സ്തോത്രം. ഈ ബർത്തിബായ് എന്ന് പറയുന്ന കുരുടനിരുന്ന് നിലവിളിക്കുക. നാട്ടുകാർ മുഴുവൻ അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കണം. അവൻ റിസ്ക് എടുത്തു. അവൻ നിലവിളിക്കാൻ തുടങ്ങി. നാട്ടുകാരെ നോക്കിയില്ല, വീട്ടുകാരെ നോക്കിയില്ല, ആരെ നോക്കിയില്ല. ഇവൻ റിസ്ക് എടുത്ത് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ചപ്പോൾ യേശു നിന്നു. ഈ ഇവന്മാര് മുഴുവൻ പറഞ്ഞു യേശു നിന്നെ വിളിക്കുന്നു. ആ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ മുഴുവൻ ആൾക്കാർ പറഞ്ഞു യേശു നിന്നെ വിളിക്കുന്നു. ഇവനെ എടുത്തോണ്ട് ഇവൻ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു സീനുണ്ട് കേട്ടോ. പ്രൊഫറ്റിക്കൽ ആക്ട് ഞാൻ പറയാൻ പോകുന്നത് എന്തോന്നറിയോ? ഇവൻ അതുവരെ ഇരുന്നിരുന്ന പുതപ്പിനെ വിട്ടിട്ട്, ഇങ്ങനെ ബൈബിൾ പറയുന്ന പുതപ്പിനെ ഇട്ടിട്ട് ചാടി എഴുന്നേറ്റു. യേശു സൗഖ്യം കൊടുക്കാമെന്ന് പറഞ്ഞില്ല. യേശു നിന്നെ സൗഖ്യമാക്കാവെന്ന് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അവനെ വിളിക്കാനേ പറഞ്ഞു. പിടികിട്ടിയോ? എത്ര പേർക്ക് പിടികിട്ടി? അവനെ വിളിക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ പുതപ്പിട്ട് കളഞ്ഞു. റിസ്ക് എടുക്കാൻ പറ്റുമോ? നൽകാല ചില പുതപ്പുകളെ വിടാൻ പറ്റുമോ? ചില വിഷയത്തിൽ ഇന്ന് പകൽ കർത്താവിനോട് പറയും, നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ മിറാക്കിൾ നിങ്ങൾ കാണാൻ പോകുക. ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പോകുക. സംഭവിച്ചൊരു കാര്യം, തിരിച്ചു പുതപ്പെടുക്കേണ്ടി വന്നില്ല അവന്. പിന്നെ സംഭവിച്ചത് യേശുവിന്റെ കൂടെ അവനങ്ങ് പോവായിരുന്നു. സഹോദരൻ, യേശുവിന്റെ കൂടെ അവൻ അങ്ങ് നടന്നു പോകുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ചില പ്രൊഫറ്റിക്കൽ ആക്ടുകളെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, സാരാഫത്തിലെ വിധവ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് ചെയ്തച്ചാ എന്താണെന്നറിയോ? സ്തോത്രം, പ്രവാചകൻ പറഞ്ഞതുപോലെ അവിടെ വീടിനകത്തിന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ചോദിച്ചതുപോലെ കൊണ്ടു കൊടുത്തു. ഹല്ലേലൂയ. നാളെ എങ്ങനെയാന്ന് ചിന്തിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. അത് ചെയ്തപ്പോൾ, ആ പ്രൊഫറ്റിക്കൽ ആക്ട് അവൾ ചെയ്തപ്പോൾ വീടിനകത്തിൽ, കലത്തിനകത്തിൽ, ഹല്ലേലൂയ, ക്ഷാമത്തെ പൊട്ടിക്കുന്നത് ദൈവം ഉറവയായി തുറന്നു കൊടുത്തു.
ഇന്ന് പകൽ ഈ ഉപവാസത്തിന്റെ മൂന്നാമത്തെ പകൽക്കാലം ചില പ്രൊഫറ്റിക്കൽ ആക്ടുകളെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ചില പ്രൊവിഷൻസുകൾ ചിലർക്ക് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണെന്ന് ദൈവം ശക്തമായിട്ട് പറയുന്നു. ചില പ്രൊവിഷനുകൾ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ഭയങ്കരമായിട്ട് ദൈവം പറയുന്നു, ഈ മീറ്റിംഗിന് ശേഷമോ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴോ എപ്പോഴാണെങ്കിലും കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ചില വിഷയത്തിനകത്ത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് നിങ്ങൾ ചെയ്യുക. അതിനകത്തിൽ ഒരു അത്ഭുതം നടന്നിരിക്കും എന്ന് പറയാൻ കർത്താവിനോട് പറയുന്നു. ഞാൻ തൊട്ടടുത്തെല്ലാം പ്രൊഫറ്റിക്കൽ ആക്ട് ഉണ്ട്. സാരാപ്തയിലെ വിധവ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് ചെയ്തത്. ഇന്നലെ വല്ല ചരിത്രം ഉണ്ടായിരുന്നോ ഇങ്ങനെ നടന്നത്? ഒന്നുമില്ല. അവൾ അതിനെ വിശ്വസിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ഒരു പ്രൊഫറ്റിക്കൽ ആക്ട്, പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് ചെയ്തപ്പോൾ അവിടെ വീടിനകത്തളങ്ങളിൽ അത്ഭുതം അപ്പോൾ സൃഷ്ടിക്കപ്പെടുകയാണ്. എവിടെ? നാട്ടുകാർക്ക് സൃഷ്ടിക്കപ്പെടാത്തത്, രാജാവിന്റെ കൊട്ടാരത്തിൽ സൃഷ്ടിക്കപ്പെടാത്തത്, വേറൊരു വീട്ടിലും സൃഷ്ടിക്കപ്പെടാത്തത്, പ്രൊഫറ്റിക്കൽ ആക്ട് ചെയ്ത ആ വീടിനകത്ത് സൃഷ്ടിക്കപ്പെട്ടു ഉണ്ടായി വന്നെങ്കിൽ അത് ആർക്ക് ഗുണമായി തീർന്നു? എടാ, അവൾ ചെയ്തവർക്ക് ഗുണമായി, നാട്ടുകാർക്ക് ഗുണമായില്ല, ആഹാബിന് ഗുണമായില്ല, അവക്കും അവിടെ ബന്ധുക്കാർക്ക് ഗുണമായി, അവക്കും അവിടെ ബന്ധുക്കാർക്ക് ഗുണമായി. ഇന്ന് പകൽ നീ ഈ മീറ്റിങ്ങിനകത്തിലിരുന്ന് ഒരു ദൈവപ്രവൃത്തി വിശ്വസിച്ച് നിന്റെ വീടിനകത്ത് ഒരു ദൈവപ്രവൃത്തി തുറന്നാൽ അത് അനേകർക്ക് നീ മുഖാന്തരം പ്രയോജനമായി തീരത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുക. ഞാൻ പറയാം പ്രിയ ദൈവമക്കളെ, സ്തോത്ര, മോശയുടെ മാതാപിതാക്കൾ 3 മാസം ഒരു റിസ്ക് എടുത്തപ്പോൾ അല്ലെങ്കിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്ര, ഒരു ലക്ഷക്കണക്കിന് ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഒരു മനുഷ്യൻ പുറത്തു വരിക. ഇന്ന് പകൽക്കാലം ചില റിസ്ക് എടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ വിടുതലിന് നിന്നെയും നിന്റെ കുടുംബത്തെയും ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവം ഇന്ന് പകൽക്കാലം വിശ്വസ്തനെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളോട് ആത്മാവ് ശക്തമായിട്ട് ദൂത് കൈമാറുന്നു. ഇന്ന് പകൽ ചില റിസ്ക് എടുത്ത് ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിന്റെ പ്രൊവിഷൻസ് യേശുവിന്റെ നാമത്തിൽ തുറക്കാൻ പോകുന്നു. ലേഖരമന സുഖമാരകൾ കെട്ടി പ്രഭാരകസ്യാരകൾ കെട്ടിയ റേമാനസി ഹംദരാജകച്ചുടി മനാറകൾ കെട്ടിയ നഗസിയ ചില ഉറവകൾ കർത്താവിനോട് പറയുന്നത്, ചില ഉറവകൾ ചിലർക്ക് വേണ്ടി ഇന്ന് പകൽ തുറക്കാൻ പോകുന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ താഴ്വരയിൽ നിങ്ങൾ കുഴിവെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാറ്റ് കാണുകയില്ല, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ മഴയും കാണുകയില്ല. പക്ഷേ ഈ കുഴി എന്താ സംഭവിക്കാൻ പോകുന്നത്? വെള്ളം കൊണ്ട് നിറയും. വെള്ളം എവിടെ നിന്ന് വരുന്നു എന്നുള്ള നിന്റെ വിഷയമല്ല, കുഴി കുത്തുക എന്നുള്ള നിന്റെ വിഷയം. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് പകൽ വിശ്വാസത്തിന്റെ കുഴി കുത്തിക്കോ. വെള്ളം വരാൻ പോവുക, അതിനകത്ത് വെള്ളം നിറയാൻ പോവുക. അതിനകത്ത് വെള്ളം നിറയുമ്പോൾ നിന്റെ ആ പ്രാർത്ഥനാ വിഷയത്തിൽ വെള്ളം നിറയാൻ പോവുക, അത് നിറഞ്ഞ് കവിയാൻ പോവുക. സ്തോത്രം. കൈവിടപ്പെട്ടു പോയത്, റിസ്ക് എടുത്ത് കൈവിടപ്പെട്ടു പോയി, തിരിച്ച് രാജകീയമായി മടങ്ങി വീട്ടിലോട്ട് കയറി. രാജകീയമായി തിരിച്ച് വീട്ടിൽ കയറിയത്. സ്തോത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, കൈവിട്ടപ്പോ തിരിച്ചു വരുന്ന പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ തിരിച്ചു വീട്ടിൽ വന്നപ്പോ രാജകീയമായിട്ട്. ഞാൻ സാരാപ്തയിലെ വിധവയോട് ചോദിക്കട്ടെ, ഇപ്പൊ എങ്ങനെ ഇരിക്കും നിന്റെ വീട്? ദൈവദാസനെ മരിക്കാനിരുന്നതാ. ഇപ്പൊ രാജാക്കന്മാർക്ക് പോലും പറ്റാത്ത പോലെ ഞങ്ങളിപ്പം കഴിയുന്നത്. സ്തോത്രം. രാജാക്കന്മാർക്ക് പോലും പറ്റാത്തതുപോലെ ഞങ്ങളിപ്പം കഴിയുന്നത്. സ്തോത്രം. കണ്ണ് കടിക്കുന്നതിന് അവിടെ കണ്ണ് കടിച്ചോ. ഇത് എന്റെ വിശ്വാസമാ, അതുകൊണ്ട് എന്റെ വീട്ടിൽ സംഭവിച്ചു. നിങ്ങൾക്ക് പിടികിട്ടിയോ? വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബം സന്തോഷം അനുഭവിക്കും. വിശ്വസിക്കാത്ത വേണ്ട, അവൻ എന്തെങ്കിലും അനുഭവിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. സ്തോത്രം. അത് നിങ്ങളുടെ വിഷയമല്ല. നിങ്ങൾ ആ രാജഭൃത്യനോട് ചോദിച്ചേ, ഇപ്പോൾ അവന്റെ വീടിനകത്തിൽ ഒരു സന്തോഷം അവൻ അനുഭവിക്കുക. എന്താ? ഞാൻ പുറപ്പെട്ടു പോയതും ഞാൻ വിശ്വസിച്ചതിനും ഞാനൊരു മറുപടി കണ്ടു. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവം ശക്തമായിട്ട് ഇടപെടുന്നു.
റമാനാസിയ ചെറിയാൻകെ ബ്രദറെ വിശ്വസിച്ചു. ഒരു മറുപടി കാണുന്ന ദിനങ്ങൾ മുൻപിലുണ്ട് കേട്ടോ. ഒരു മറുപടി കാണുന്ന ദിനങ്ങൾ മുൻപിലുണ്ട്. ഒരു മറുപടി കാണുന്ന ദിനങ്ങൾ മുൻപിലുണ്ട്. ഏ സീഖാമാന ഷാനാദികൾ കെട്ടിയ റമന സീഖാമന സീഖാനഗതി ഇന്ന് പകൽ വിശ്വസിച്ചു. ചിലരോട് ദൈവം ശക്തമായിട്ട് പറയുന്നു, ഈ ദിവസം അല്ല കർത്താവിനോട് പറഞ്ഞു, ഈ ആഴ്ചകളിൽ ചിലർക്ക് ഭയങ്കര മറുപടിയുടെ ദിനങ്ങളാക്കി ദൈവം സെറ്റ് ചെയ്യാൻ പോവുക. കർത്താവിനോട് ഭയങ്കരമായിട്ട് പറയുന്നു, ഈ ആഴ്ചകളിൽ നിമിസിനെ വിശ്വസിച്ചു, ഈ ആഴ്ചകളിൽ ചില മറുപടിയുടെ ദിനങ്ങളാക്കി കർത്താവ് സെറ്റ് ചെയ്യുന്നു എന്ന് എന്നോട് പറയാൻ പറയുന്നു. പരിശുദ്ധമായിട്ട് ശക്തമായിട്ട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഈ ആഴ്ചകൾ ചിലരുടെ ലൈഫിനകത്ത്, ചില വീടുകൾക്കകത്തിൽ ചില മറുപടിയുടെ ദിനങ്ങളാക്കി ദൈവം സെറ്റ് ചെയ്യാൻ പോകുന്നു. ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, ഇപ്പോൾ ഞാനത് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു ശത്രു സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, അങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുക. നിന്റെ വീടിനെ നോക്കി നാട്ടുകാർ ഒരു ടെസ്റ്റ് മണി പറയാൻ പോകുക. നിന്നെ നോക്കി ഒരു ടെസ്റ്റ് മണി പറയാൻ പോകുക. നിന്റെ കുടുംബത്തെ നോക്കി ഒരു ടെസ്റ്റ് മണി പറയാൻ പോകുക. ഒരു ദൈവത്തിന്റെ മഹത്വം ചില കുടുംബങ്ങൾക്കകത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരാൻ പോകുക. ആമേൻ പറഞ്ഞോ? ചില വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ദൈവ മഹത്വം ഇന്ന് പകൽക്കാലം ചലിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ഗ്ലോറി ചലിക്കാൻ പോകുന്നു. ഓ സ്വോത്രം, 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 സ്വോത്രം. അതുമായിട്ടൊരു എൻകൗണ്ടർ സംഭവിക്കാൻ പോകുന്നു. അതുമായിട്ടൊരു എൻകൗണ്ടർ. സ്തോത്രം. കർത്താവ് എപ്പോഴും പറയുന്നുണ്ടല്ലോ, പ്രശ്നത്തെ അല്ല കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനെ പറയുന്ന കർത്താവ്. എന്നെ ഭയങ്കരമായിട്ട് കർത്താവ് സന്തോഷിപ്പിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഏലിയാവ് ഇസബേലിന്റെ വാക്ക് കേട്ട് പേടിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ അവന് വേണ്ട ദൂതൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്കൊരു വലിയ യാത്രയുണ്ട്, ഒരു ദൂരയാത്ര നിനക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അവന്റെ ഭാവിയെ കുറിച്ച് ദൈവം പറയുന്നത്. അവനെ എത്ര സംസാരിച്ചിട്ട് ഇസബേലിനെ കുറിച്ച് ദൈവം തൊട്ടില്ല. എടാ, നിന്റെ പ്രശ്നമല്ല ദൈവത്തിന്റെ വിഷയം, നിന്റെ വാഗ്ദത്തോ ദൈവത്തിന്റെ വിഷയം. നീ പ്രശ്നത്തെ നോക്കി കറങ്ങാതെ ദൈവത്തിനോട് പറയാനുള്ള നിന്റെ പ്രശ്നത്തെ അല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുമാണ് ദൈവത്തിന് പറയാം. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രശ്നത്തെ പറയാതെ നിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം കരുതുന്നതിനെ കുറിച്ച് നീ പറയാൻ തയ്യാറാണെങ്കിൽ, ചില പ്രൊഫറ്റിക്കൽ ആക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ പകൽക്കാലം നിങ്ങൾ പ്രൊഫറ്റിക്കൽ ആക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ ഭയങ്കര കരുതലിനെ കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കുക, ഉറപ്പിക്കുക, അതിനെ ഉറപ്പിക്കുക, ഉറപ്പിക്കുക അതിനെ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഉറപ്പിക്കുക. സ്തോത്രം. ഉറപ്പിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ബിനുസിനെ വീണ്ടും കർത്താവിനോട് പറയാൻ പറയുന്നു, ആദം പേരിട്ടതിനൊക്കെയും പേരായി തീർന്നു. ചിലത് പേരിട്ട് പ്രാർത്ഥിച്ചു, ചിലത് ചില മീറ്റിങ്ങുകൾക്ക് പേരിട്ടു. സ്തോത്രം. അങ്ങനെ ദൈവം ചിലത് ഉറപ്പിക്കാൻ പോകുന്നെന്ന് വീണ്ടും എന്നോട് കർത്താവ് പറയാൻ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പല റിസ്കുകൾ എടുത്ത പലതും ചെയ്യുന്നത് കർത്താവ് പറയുന്നു, അത് കാണുന്നൊരു ദൈവമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെടുന്നു. സ്തോത്രം. പല ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സെക്കരിയാവുമാർ ദൈവത്തിന്റെ ആലോചനകളെ മുൻവിധിയും ബുദ്ധി കൊണ്ടും അളക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ദൈവത്തെ നിഷ്കളങ്കതയോടെ കണ്ട് റിസ്ക് എടുത്ത് പലതും ചെയ്യുന്നതിന് കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, സ്തോത്രം, ഒരു പ്രവൃത്തിയുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആരും കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി. പുറമെ കാണുന്നതിനപ്പുറമായി അകത്തളങ്ങളെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നും അകത്തളങ്ങളിൽ പല മേഖലയിൽ അനുഭവിക്കുന്ന സ്ട്രഗിളുകൾക്ക് ഈ ദിവസങ്ങളുടെ ഒരു ഉത്തരമുണ്ടെന്നും അതിന് കണ്ട് സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ മറുപടിയുണ്ട്. കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ സ്തോത്രം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഏലിശബത്ത് 6 മാസം ഒളിച്ചു പാർത്തു. ഏലിശബത്ത് ഹല്ലേലൂയ മറഞ്ഞിരുന്നു. സ്തോത്രം. കർത്താവ് പറയുന്നു, പല മേഖലകളിൽ മറഞ്ഞിരിക്കുന്നിടത്തുനിന്ന് സ്തോത്രം ദൈവ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും കേട്ടോ. മറഞ്ഞിരിക്കുന്നിടത്തും ദൈവം മറ നീക്കി പുറത്തു കൊണ്ടുവരും. ചില നിന്ദകളെ ദൈവം ഉരുട്ടി മാറ്റും. ഹല്ലേലൂയ. സ്തോത്രം. അകത്തുള്ളത് എന്താണെന്ന് ദൈവം തെളിയിക്കും കേട്ടോ. അകത്തുള്ളത് എന്താണ്
ആരാണെന്ന് ദൈവം ഈ ദിവസങ്ങളിൽ തെളിയിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ. സ്തോത്രം. കർത്താവിനോട് പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. അല്ലെ മറിയയെടുക്കൽ ദൂതൻ വന്നിട്ട് പറയുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട്, നിന്റെ ചാർച്ചക്കാരി എലിശബത്തിന് ഇപ്പോൾ 6-ാം മാസം. മറിയ അത്ഭുതപ്പെട്ടു പോയി. മച്ചി എന്ന് പറഞ്ഞ് ലോകം വിധിയിട്ട വിഷയത്തിൽ 6-ാം മാസം അവൾ അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. ആത്മാവുള്ളവർ രണ്ടുപേരും തമ്മിൽ കണക്ട് ആയി. എന്നോട് കർത്താവ് പറയുന്നു, ഈ കാലഘട്ടത്തിൽ തന്നെ ഹല്ലേലൂയ ദൈവിക പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ചിലതുമായിട്ടും കണക്ട് ചെയ്യും ദൈവം കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ചിലതുമായിട്ടൂടെ കണക്ട് ചെയ്യും. ഹല്ലേലൂയ. അത് ഭയങ്കര ഒരു ഉണർവ് പോലെ, ഒരു റിവൈവൽ പോലെ ചില ദൈവപ്രവൃത്തികൾ നടക്കാൻ പോകുന്നു. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ചില റിവൈവൽ മീറ്റിങ്ങുകൾ കർത്താവിനോട് പറഞ്ഞു, ചില റിവൈവൽ മീറ്റിങ്ങുകൾ ഹല്ലേലൂയ ദൈവം ചെയ്യാൻ പോകുന്നു കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. മുമ്പന്മാർ പലരും പിമ്പന്മാരായി മാറുമ്പോൾ, ഹല്ലേലൂയ പിമ്പന്മാർ മുമ്പന്മാരായി തീരുമ്പോൾ, ഹല്ലേലൂയ കർത്താവ് പറയും, ഈ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന ചില വലിയ ദൈവപ്രവൃത്തികളെ കർത്താവിന് ചെയ്യുവാനുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഈ ദിവസങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മ നടക്കുന്ന ഉണർവ് മീറ്റിങ്ങുകൾ, ഉപവാസ പ്രാർത്ഥന ഉണർവ് മീറ്റിങ്ങുകളായിട്ട് മാറത്തക്ക നിലവാരത്തിൽ ചില ദൈവപ്രവൃത്തികളുണ്ട്. അങ്ങനെ ചില ദൈവപ്രവൃത്തികൾ നടക്കുമെന്ന് ആത്മാവ് ശക്തമായിട്ട് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. ചില റിസ്ക് എടുത്ത് ഇന്ന് പകൽക്കാലം ഈ ദൂതൻ ആമേൻ പറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ലൈഫിനകത്ത് കർത്താവെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ടെസ്റ്റിമണികൾ വരട്ടെ. ഈ ആഴ്ച ടെസ്റ്റിമണിയുടെ ആഴ്ചയായി ഈ ഗ്രൂപ്പിനും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്വർഗം തീർത്തതിനായി സ്തോത്രം. ഞാനും ചേർന്നതിന് ആമേൻ പറയുകയാണ് കർത്താവേ. അങ്ങനെ സംഭവിച്ചതിനായി സ്തോത്രം കർത്താവേ. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിക്കും കുടുംബത്തിനുമായി സ്തോത്രം അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം ഈ ദൈവശബ്ദം ആരുടെയൊക്കെ കാതുകളിൽ കേട്ടോ, ആരൊക്കെ ഇതിന് വിശ്വസിച്ച് ആമേൻ പറയുന്നു, ആരൊക്കെ അടുത്ത മണിക്കൂറിൽ ചില പ്രൊഫറ്റിക്കൽ ആക്ടുകൾ ചെയ്യുന്നു, അവരുടെ എല്ലാ ലൈഫിനകത്ത് അവരെന്താണോ വിശ്വസിച്ചുകൊണ്ട്, അങ്ങേ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ ദൂത് എന്റെ ദൂതല്ല, അങ്ങ് ഈ ജനത്തോട് സംസാരിച്ചു, അങ്ങേ വിശ്വസിച്ചുകൊണ്ട് എന്താണോ ഇവർ ചെയ്യുന്നത് അതിന്റെ മേൽ കർത്താവ് മുദ്രയിടാൻ പോകുന്നതിനായി സ്തോത്രം. മുദ്രയിട്ട് അത്ഭുതമായി മാറാൻ പോകുന്നതിനായി സ്തോത്രം. ആ ടെസ്റ്റ് മണികൾ ഇവർ കാണാൻ പോകുന്നതിനായി സ്തോത്രം. ആ സന്തോഷത്തിന്റെ വാർത്ത ഇവർ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. അടുത്ത ദിവസങ്ങളെ മീറ്റിങ്ങിന് ഇവരെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കുന്ന കർത്താവിന്റെ ദാസിയോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു.